A very good morning to all. So I welcome each and every franchisee partners, staffs to the webinar session conducted by the Greenworld International SUMB University. So in this sessions, we are conducting an interactive section for the Germany FSC Oath Building. So the representative is joined in the webinar, and I welcome Mr. John sir to share all the criteria for the FSC Oath Building for the Germany. John sir, am I audible? So I welcome Mr. John. Yes, sir, audible. Audible, okay. Hello guys, welcome to the Greenworld International. നമുക്ക് ഈ ജർമ്മന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണ് ഇന്ന് കണ്ടക്ട് ചെയ്തിട്ടുള്ള മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. FSD അതുപോലെ തന്നെ ഹൗസ് ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് ഞാൻ ഇവിടെ ഓൾറെഡി ഇന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനപ്പോൾ ബേസിക് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം എന്താണെന്നുള്ളതിന്റെ. ഓക്കെ, ഞാനത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ബേസിക്കലി നമ്മൾ നഴ്സിംഗ്, അതുപോലെ തന്നെ മെക്കട്രോണിക്സ്, പിന്നെ ഹോസ്പിറ്റാലിറ്റി, ഫിസിയോതെറാപ്പി, ലോജിസ്റ്റിക്സ്, IT, പിന്നെ വരുന്നത് നമ്മളുടെ ഈ ഫുഡ് ടെക്നീഷ്യൻ, അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സ് പിന്നെ വരുന്നതെന്നുള്ളത് കൺസ്ട്രക്ഷൻ ഫീൽഡ്. ഇത്രയാണ് നമുക്ക് ബേസിക്കലി വരുന്ന ഡീറ്റെയിൽസ് വരുന്നത്. നഴ്സിംഗ് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ജർമ്മന്റെ. ഓക്കെ, ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇത് എനിക്ക് ജസ്റ്റ് കട്ടായത് പോലെ തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് FSD ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ A2 ഫുൾ മൊഡ്യൂള് അല്ലെങ്കിൽ B1 B2 ഒന്നോ രണ്ടോ മൊഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. FSD അതുപോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് രണ്ടും ചെയ്യാവുന്നതാണ്. FSDയിൽ വരുമ്പോൾ നമുക്ക് സ്റ്റൈഫൻഡ് വരുന്നത് €450 to €500 ആണ് സ്റ്റൈഫൻഡ് വരുന്നത്. ഹലോ സാർ, സ്ലൈഡിങ് കാണിക്കുന്നു. സ്ലൈഡ് ഉണ്ടോ? ഇല്ല സർ, നമുക്ക് ഇതിന് സ്ലൈഡ് പ്രസന്റേഷൻ ഇല്ല. ഇതിന് സ്ലൈഡ് ആയിട്ട് ഓൾറെഡി വെച്ചിട്ടില്ല ആക്ച്വലി. കാരണം ഇതിന്റെ ബേസിക് ഡീറ്റെയിൽ ഒരു ബേസിക് ട്രെയിനിങ് പോലെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് ഡീറ്റെയിൽസ് എന്ന് പറയാനായിട്ടാണ്. അപ്പം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ FSDയിൽ വരുന്നത് €450 to €500 ആണ് സ്റ്റൈഫൻഡ് വരുന്നത് പെർ മന്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഫുഡ്, അക്കോമഡേഷൻ രണ്ട് എംപ്ലോയർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് അവിടെ ചെന്നതിന് ശേഷം ഇപ്പൊ A2 ഫുൾ മൊഡ്യൂളുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ B1 B2 ഒന്നോ രണ്ടോ മൊഡ്യൂളുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യണം. B2 കംപ്ലീറ്റ് ചെയ്യണം. വിത്തിൻ 6 to 1 year ആണ് അതിന് ടൈം പീരീഡ് കിട്ടുന്നത്. ഈ ടൈം പീരീഡിനുള്ളിൽ അവര് B2 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ ഈ FSDയിൽ നിന്ന് ഹൗസ് ബിൽഡിലോട്ട് കൺവേർട്ടബിൾ ആണ് കേട്ടോ. ഓൾറെഡി കൺവേർട്ടബിൾ ആണ് നമ്മൾ ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ €1000 തൊട്ട് €1200 വരെയാണ് സ്റ്റാർട്ടിങ് സ്റ്റൈഫൻഡ് വരുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ജോൺ സാർ, A2 മോഡ്യൂൾസ് പാസ്സായാൽ FSDയിൽ എടുക്കാന്ന് പറയുന്നു. അത് പിന്നീട് പറഞ്ഞു A2 എടുക്കാൻ പറ്റത്തില്ല, B1 പാസ്സാണെന്ന് പറഞ്ഞു. B1 ഫുൾ മോഡ്യൂൾസ് പാസ്സാണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കാര്യമല്ല, നേരത്തെ അങ്ങനെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. ഇന്ന് റീകൺഫേം ചെയ്യാവോ? A2 മോഡ്യൂൾസ് പാസ്സായാൽ FSD കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. FSD A2 4 മൊഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 100% നമുക്ക് എടുക്കാം. A2 ഫുൾ മൊഡ്യൂള് A2 ഫുൾ മോഡ്യൂൾസ് ഉണ്ടെങ്കിൽ. കാരണം ഒത്തിരി പേര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, A2 പാസ്സായാൽ പിന്നീട് അതിനെ പറഞ്ഞു അത് നടക്കിയല്ല, B1 പാസ്സാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. B1 B2 പറയുന്നത് ഹൗസ് ബിൽഡിങ്ങിലാണ്. അല്ല, മനസ്സിലായി. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ A2 ആദ്യം പറഞ്ഞു A2 പാസ്സായാൽ എടുക്കാമെന്ന്. A2 പാസ്സായ കുറെ കുട്ടികൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞങ്ങളോട്
ഞങ്ങൾക്ക് പിന്നെ ഇൻഫർമേഷൻ വന്നു A2 എടുത്തു കഴിഞ്ഞാൽ FSA കിട്ടാൻ ബുദ്ധിമുട്ടാണ്, B1 ഫുൾ മോഡ്യൂൾസ് പാസ്സാകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതെന്താണെന്നറിയോ, നമ്മളിത് A2 ഫുൾ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവർക്ക് എംപ്ലോയറുമായിട്ട് നമുക്കൊരു ഡോക്യുമെന്റ്സ് മേടിച്ചിട്ട് ഇവർക്ക് ബേസിക് ഡോക്യുമെന്റ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ FSD ആണെങ്കിലും ഹൗസ് ബിൽഡിംഗ് ആണെങ്കിലും നമുക്ക് വേണ്ട ബേസിക് ഡോക്യുമെന്റ്സ് എന്നുള്ളത് ഇപ്പൊ ഒരു ക്ലയന്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ടിന്റെ കോപ്പി, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ്, CV, ഇത്രയാണ് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ്. ഇത് വെച്ചിട്ട് നമ്മൾ എംപ്ലോയർ എടുത്ത് ഈ ഡീറ്റെയിൽസ് നമ്മൾ എംപ്ലോയർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ A2 പാസ്സായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന കുട്ടികളായിരിക്കണം ഏറ്റവും കുറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. A2 ഫുൾ മൊഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അവർ നന്നായിട്ട് നല്ല കോൺഫിഡന്റോട് കൂടി നല്ല ആറ്റിറ്റ്യൂഡോട് കൂടി സംസാരിക്കേണ്ടി വരും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ കൂടി പോലും നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമാണ് എംപ്ലോയർ അവരെ സെലക്ട് ചെയ്യുള്ളൂ. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു 100 സ്റ്റുഡൻസിനെ നമ്മൾ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 60 സ്റ്റുഡൻസ് ആണ് പാസ് ആകുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് പല കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ. അപ്പൊ അതൊരു പ്രശ്നമാണ്. A2 ഫുൾ മൊഡ്യൂൾ എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത്രയും സ്റ്റുഡൻസ് അത്രയും കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കണം. 100% പറഞ്ഞ് നമുക്ക് എന്താണ് പിള്ളേരോട് ഫസ്റ്റത്തെ ഇന്റർവ്യൂവിൽ തന്നെ പാസ്സാവുമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല. A2 ഫുൾ മൊഡ്യൂൾ വെച്ചിട്ട് ചെയ്യും, പക്ഷെ അവർക്ക് അതിനുള്ള എന്താണ് ആ ഒരു എലിജിബിൾ ക്രൈറ്റീരിയ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. പ്രൊഫൈൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ. ചെക്ക് ചെയ്ത് നോക്കിയിട്ടെ. പിന്നെ ഒരു സംശയം കൂടി, ചിലർ ഈ B1 ബൈപ്പാസ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് B2ലേക്ക് പോയി എഴുതുന്നുണ്ട്. B2 2 മോഡ്യൂളോ 3 മോഡ്യൂളോ പാസ് ആയിരിക്കും, ഫുൾ മോഡ്യൂൾസ് പാസ് അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് FSAയിലേക്ക് പോകാൻ പറ്റുമോ B1 ഇല്ലാതെ? ചെയ്യാം. അപ്പം B1 ഇല്ലാതെ B2 2 മോഡ്യൂൾ പാസ്സായാൽ മതി. ഇത് 4 ലാംഗ്വേജിന്റെ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് A1 A2 B1 B2. A1 എന്ന് പറയുന്നത് ബിഗിനർ ലെവലാണ് A1 A2 എന്നുള്ളത്. B1 B2 ആണ് ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് സർ എല്ലാവർക്കും പിന്നെ ഒരു ഡൗട്ട് ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ A2 എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ജർമ്മൻ എക്സാം 2 ലെവലിൽ നമ്മൾ എക്സാം എഴുതുന്നത്. ഒന്ന് ഒരു ബോർഡിന്റെ അണ്ടറിൽ നമ്മൾ എക്സാം എഴുതും, 2 നമ്മൾ പഠിക്കുന്ന അക്കാഡമി എവിടെയാണോ അവിടെ ഒരു ബേസിക് എക്സാം എഴുതും. അപ്പൊ എല്ലാവർക്കും സാർ ഒരു ഡൗട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നത് ഈ A2 പാസ്സായി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പാസ്സായി നമുക്ക് എൻക്വയറി വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണോ അതോ ഒരു പർട്ടിക്കുലർ ബോർഡിന്റെ അണ്ടറിൽ പാസ് ആണോ എന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാസ്സായ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്. ഒന്നെങ്കിൽ ഗോവത്തെ സൗണ്ട് ലോയാണ്. അതായത് നമുക്ക് ഗോയിത്തയുടെ അതുപോലെ തന്നെ ടെൽക്ക്, ECL, OSD ഏതാണെങ്കിലും എടുക്കാൻ ഒരു പ്രശ്നവുമില്ല. വാലിഡ് ആയിട്ടുള്ള ജർമ്മൻ സെന്ററിൽ നിന്ന് എഴുതിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർട്ടിഫിക്കറ്റ് പറ്റില്ല. അതാണ് ആ ഒരു ഡൗട്ട് എല്ലാവരും ക്ലിയർ ആയെന്ന് ഓർക്കുന്നു. കാരണം എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പൊ B2 അല്ലെങ്കിൽ A2 എന്ന് പറയുന്ന എക്സാം നമുക്ക് ഈസി ആയിട്ട് എല്ലാവരും പറയും നമുക്ക് എൻക്വയറി വരുന്നുണ്ട് A2 പാസ് ആയിരുന്നു. ഇപ്പം എല്ലാവരും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പാസ്സായ എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെയല്ല, കഴിഞ്ഞ മന്ത് വരെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് എടുക്കുന്നതെല്ലാം ഈ പറഞ്ഞുകൊണ്ട് ജർമ്മൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള സെന്റേഴ്സ് നമ്മൾ എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിപ്പം ഗോയിത്ത് തന്നെ വേണം നിർബന്ധമില്ല. ECL, ടെൽക്കോ, OSD ഏതാണെങ്കിലും നമുക്ക് എടുക്കാൻ പ്രശ്നമില്ല. FSDക്കും ഹൗസ് ബിൽഡിനും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഫ്രാഞ്ചൈസിൽ ചോദിക്കേണ്ടത് നമുക്ക് ചോദിക്കാം. ഈ ഫുഡ് അക്കോമഡേഷൻ ഫ്രീ എന്ന് പറഞ്ഞു, അതും 100% കൺഫേംഡ് ആണോ FSAക്കും ഹൗസ് ബിൽഡിങ്ങിനും? ഈ ഫുഡ് കൊടുക്കുന്നത് രണ്ടിനും ഫുഡ് കൊടുക്കുന്നത് എംപ്ലോയർ ആണ്. ഫുഡ് കൊടുക്കുന്നത് മീൻസ് 4 നേരവും നമ്മുടെ നാട്ടിലെ പോലെ കഞ്ഞി സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. അത് എംപ്ലോയർ ആണ് അതിന്റെ ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് ഉണ്ട്, അതുപോലെ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി നമ്മുടെ വർക്ക് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വർക്ക് കോൺട്രാക്ട് വരുമ്പോൾ അതിന്റെ അത് ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട് അക്കോമഡേഷന്റെ കാര്യം.
ഓഡിബിൾ ആണ്. നമ്മൾ വൺസ് അപ്പൊ ഒരു സ്റ്റുഡന്റ് നമ്മുടെ അടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യാന്ന് പറയുന്നതാണ്. ആ എഗ്രിമെന്റിൽ കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന നമ്മുടെ സർവീസസ് എല്ലാം മെൻഷൻ ചെയ്ത് പർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ പേരൻസിന്റെ കയ്യിൽ സൈൻ ചെയ്തതിന് ശേഷമേ നമ്മൾ അപ് ടു ഒരു പ്രൊഫൈല് പ്രോസസ്സിംഗിന്റെ ഒരു ഭാഗമായിട്ട് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. സോ അതിലെല്ലാം മെൻഷൻഡ് ആണ് ഫുഡിന്റെ അക്കോമഡേഷന്റെ കാര്യം. ജർമ്മൻ സൈറ്റിൽ ഓൾറെഡി സൈറ്റിലൊക്കെ വന്നിട്ടുണ്ട്. അക്കൗണ്ട് ഓഫ് ആപ്ലിക്കേഷൻ വിൽ ബി എ സ്ലൈറ്റ്ലി ഡിലേ ഇൻ പ്രോസസ് എന്ന് പറഞ്ഞ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്റിമേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം ടൈം ഡിലേ എടുക്കുന്നുണ്ട്. അതായത് ഒരു കുട്ടി വന്ന് അവര് നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് അവർ എഗ്രിമെന്റ് വെക്കുന്ന ടൈമിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ജർമ്മനുള്ള പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പൊ തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ടൈം വാലിഡ് ആവുന്നത്. അല്ലാതെ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് രജിസ്ട്രേഷൻ ചെയ്ത ടൈം തൊട്ടല്ല നമ്മൾ ഈ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഇന്ന് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ 22-ാം തീയതി ആയി, വരുന്ന 6 മാസം അവരുടെ മനസ്സിൽ കാൽക്കുലേഷൻ വരുന്നത് വരുന്ന 6 to 8 months എന്നുള്ളത് ഡിസംബർ എന്ന് പറയുമ്പോഴത്തേക്കും ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മുടെ അടുത്ത് എഗ്രിമെന്റ് വെച്ചതിന് ശേഷമുള്ള അവർ ഇനിഷ്യൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷമുള്ള ടൈമാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് കേട്ടോ. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ടൈം പീരീഡ് നമ്മൾ കൂടുതൽ പറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് പേപ്പേഴ്സ് ഡിലേ ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും ആളുകൾ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ FSA കഴിഞ്ഞിട്ട് 6 മാസത്തിന് 1 വർഷത്തിനുള്ളിൽ അവര് B2 എഴുതി പാസ്സാകണമെന്നാണല്ലോ. അതെ അതെ. അതിന്റെ ഫീസ് ഇവര് തന്നെ മുടക്കണോ? അതിന്റെ ഫീസ് എത്രയായിരിക്കും എഴുതാനായിട്ട്? പേയ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഇത് അതിന്റെ അകത്തല്ല ഇൻക്ലൂഡഡ് ആണ്. ഇത് ജർമ്മൻ ഗവൺമെന്റ് ഒരു സർവീസ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ ആരും ട്രെയിനിങ് ഓൾറെഡി ജർമ്മൻ ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അത് നമ്മൾ എടുത്തു പറയാം. പ്രത്യേകിച്ച് ലൈൻ ഒന്ന് ക്ലിയർ ആക്കി പറയണേ, ലൈൻ ഡിസ്റ്റർബ്ഡ് ആണേ. കേട്ടില്ല, പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ ഡിസ്റ്റർബ്ഡ് ആണ്. തന്നെ ഫുള്ള് പരപരാന്ന് കേൾക്കുന്ന, ഒന്നും കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഈ FSJക്ക് B1 അല്ലെങ്കിൽ B2 2 മോഡ്യൂൾ മതിയില്ലേ? മതി സർ, മതി. ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതിന് ബ്ലോക്ക്ഡ് ഫണ്ട് ആവശ്യമുണ്ടോ? ആസിഫ് നൗ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആവശ്യമില്ല ഇതുവരെ. പിന്നെ ജനുവരി തൊട്ട് എന്തെങ്കിലും ലോയിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല. മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കൻസിനോട് ഇൻഫോം ചെയ്യണം. എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ ഞങ്ങൾ എന്തെങ്കിലും മാറ്റം വരുന്നത് നിങ്ങൾ അറിയിക്കുക എന്നുള്ളത്. ഓക്കെ ഓക്കെ. കാരണം ജനുവരിയിൽ മാറ്റങ്ങൾ വരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്കാനിങ് ഒക്കെ ആവുകയെന്നാണ് പറയുന്നത് ജർമ്മന്റെ ഡീറ്റെയിൽസ് ഫുള്ളേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സ് എങ്ങനെയാ വരുന്നതെന്ന് അറിയത്തില്ല. ഇതുവരെ അപ്ഡേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നിങ്ങൾ അറിയിക്കും. അതുപോലെ തന്നെ എംബസിയുടെ സൈറ്റിലും അതുപോലെ തന്നെ ഒക്കെ വരും അത് എന്താന്നുള്ള ഡീറ്റെയിൽസ് ഉള്ളത്. നിലവിൽ വേറെ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരു 3-4 കോഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല, മെക്കട്രോണിക്സ്, നഴ്സിംഗ്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്. അത് ഹോസ്പിറ്റാലിറ്റി, മെക്കട്രോണിക്സ്, ഫിസിയോതെറാപ്പി, ലോജിസ്റ്റിക്സ്, ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോഴ്സുകൾ വരുന്നത്. ഇതിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് മാത്രമാണ് ഈ 1200 വരെ മാക്സിമം സ്റ്റൈഫൻഡ് വരുന്നത്. ബാക്കിയുള്ളതിനൊക്കെ സ്റ്റൈഫൻഡ് കുറവാണ് കേട്ടോ. ഫിസിയോതെറാപ്പി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 900-940 യൂറോയാണ് വരുന്നത്. മെക്കട്രോണിക്സിലോട്ടൊക്കെ വരുമ്പോൾ ഒരു 600 യൂറോ ഒക്കെയാണ് വരുന്നത്. അതിന് വ്യത്യാസങ്ങളുണ്ടേ. ഒരു നോർമൽ സ്റ്റുഡന്റ് ലൈവ്ലി എക്സ്പെൻസ് എത്ര വരും മന്ത്ലി? കേട്ടില്ല, ഒന്നുകൂടി ഒന്ന് പറയോ? മന്ത്ലി ആ ഒരു സ്റ്റുഡന്റ് അവിടെ പിന്നെ അക്കോമഡേഷൻ പ്ലസ് ഫുഡ് വരെ എത്ര എക്സ്പെൻസ് വരും? അത് ഫ്രീ അല്ലേ? നോർമലി ആണെന്നുണ്ടെങ്കിൽ 450 യൂറോ അവിടുത്തെ എന്താണ് ഇതിന് മാത്രം വരും. നമ്മൾ റെന്റലിന് മാത്രം 450 യൂറോ വരും. ഒരു 200 യൂറോ താഴെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വരും. എറൗണ്ട് ഏറ്റവും കുറഞ്ഞത് 450 യൂറോ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി ബില്ല് അടക്കമാണ് കേട്ടോ വരുന്നത്. കറണ്ട്, നെറ്റ് കാര്യങ്ങളെല്ലാം അടക്കമാണ്, വാട്ടർ എല്ലാം അടക്കമാണ് 450 യൂറോ പെർ മന്ത് വരുന്നത്.
നോർമൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ. അക്കോമഡേഷൻ ഇപ്പൊ ഓൾറെഡി അക്കോമഡേഷൻ ജർമ്മനിൽ കുറച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ അവിടുത്തെ പേപ്പർ കിട്ടാനാണ് കുറച്ച് ടൈം ഡിലേ വരുന്നത് ഇപ്പൊ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ അക്കോമഡേഷൻ വിതൗട്ട് ഫർണിഷിംഗ് ആയിരിക്കും, അൺഫർണിഷ്ഡ് ആയിരിക്കും. നമ്മൾ ഫർണിഷ്ഡ് ആക്കണം, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. നമുക്ക് അക്കോമഡേഷൻ കിട്ടുന്നത് നമുക്ക് ഓൾറെഡി നമുക്ക് ഒരു എഗ്രിമെന്റ് തരുന്നുണ്ടല്ലോ. അക്കോമഡേഷൻ ഡീറ്റെയിൽസ് നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് പറയുന്നത് അത് എംപ്ലോയർ ആണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അങ്ങനെ നമുക്ക് അതിൽ അക്കോമഡേഷനിൽ നമുക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറയാൻ പറ്റില്ല. അവരൊരു എന്താണെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റൂൾസ് ഫോളോ ചെയ്യുന്നതാണ്. എന്താണെങ്കിലും ഈ അക്കോമഡേഷനകത്ത് AC ഉണ്ടാവും, അതുപോലെ തന്നെ ഹീറ്റർ ഉണ്ടാവും. ബേസിക് നീഡ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി അതിന്റെ അകത്ത് ഉണ്ട്. അത് ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? കേട്ടില്ല. ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ സ്റ്റുഡൻസിന്? പോസ്റ്റൽ സർവീസസ് അല്ലേ ഉദ്ദേശിക്കുന്നത്? പോസ്റ്റ് അറൈവൽ സർവീസസ് അതുണ്ട്. സർ എക്സ്ക്യൂസ് മീ, ഒരു കാര്യം കൂടെ. പിന്നെ എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ട്, എന്തുകൊണ്ട് നമ്മൾ 3 to 6 അല്ലെങ്കിൽ ഒരു 8 month ടൈം ഡ്യൂറേഷൻ FSJക്ക് പറയുന്നു എന്ന് എല്ലാവരും ഡൗട്ട് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ കഴിഞ്ഞ ഒരു 2 weeks മുന്നേ വരെ അത്രയും ടൈം ഡീൽ എടുക്കുന്നുണ്ടായിരുന്നില്ല. 4 to 6 months ആയിരുന്നു മാക്സിമം ടൈം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇതില് നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് വന്ന് ഇപ്പൊ എംപ്ലോയറുമായിട്ടുള്ള സെലക്ട് ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അവിടുത്തെ നമ്മളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെ ഇതിൽ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനായിട്ട് കുറെ ടൈം ഡിലേ വരുന്നുണ്ട്. ഒരു ദിവസം തന്നെ നമ്മളെ ജർമ്മനിൽ എത്തുന്ന ആപ്ലിക്കേഷൻസ് എണ്ണം എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ കൗണ്ട് ആണ് വരുന്നത്. അവര് ജർമ്മൻസ് അത് നോക്കിയെടുക്കാനായിട്ട് കുറച്ച് ടൈം ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരിത് രജിസ്റ്റർ ചെയ്തിട്ട് കിട്ടാനായിട്ടും ഈ പിള്ളേരുടെ ട്രാൻസ്ലേഷൻ അറ്റസ്റ്റേഷൻ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തു തരുന്നത്. അപ്പൊ ആ ഒരു ടൈം ഡിലേ ആണ് വരുന്നത്. അവിടെ നിന്നുള്ള ടൈം ഡിലേ ആണത്. 4 months ഒക്കെ എടുക്കുന്നുണ്ട് അവിടുത്തെ പേപ്പർ റെഡി ആയിട്ട് വരാനായിട്ട്, വർക്ക് കോൺട്രാക്ട് ആയി വരാനായിട്ട്. അതുകൊണ്ടാണ് ടൈം ഡിലേ എടുക്കുന്നത്. നമ്മൾ ടൈം ഡിലേക്ക് മുന്നേ പെട്ടെന്ന് ആകുമെന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നടക്കൂല കേട്ടോ. കാരണം ഇപ്പം ഇന്ത്യയിൽ നിന്ന് ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ചെയ്യാന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർലി ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമ്മളെപ്പോഴും ടൈം കൂടുതൽ പറഞ്ഞാലും പ്രശ്നമില്ല, കുറച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാവും. നമ്മളെല്ലാവരും ബിസിനസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ്. അപ്പം പിന്നെ അത് പ്രശ്നങ്ങളാവാതിരിക്കാനാണ് നമ്മളെപ്പോഴും ടൈം കൂട്ടി പറയുന്നത്. ഇപ്പോൾ B2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ഇപ്പോൾ B2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കോഴ്സ് കഴിയാറായി. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ B1 B2 ഏതെങ്കിലും 1-2 മൊഡ്യൂൾ വേണം. നമ്മൾ എംപ്ലോയർ എടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഡോക്യുമെന്റ്സ് വേണം ഫസ്റ്റ് ഓഫ് ഓൾ. അതുപോലെ ഫ്രീ എഡ്യൂക്കേഷൻ ആണല്ലോ, അപ്പൊ എന്തെങ്കിലും ബോണ്ട് വല്ലതും ഉണ്ടോ അവിടെ? എങ്ങനെ ഫ്രീ എഡ്യൂക്കേഷൻ ആണല്ലോ കൊടുക്കുന്നത് ഗവൺമെന്റ്. അതെ. അപ്പൊ അത് നമ്മൾ സ്റ്റഡി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബോണ്ട് വല്ലതും ഉണ്ടോ? ഇത്ര വർഷം വർക്ക് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വർക്ക് കോൺട്രാക്ട് ഓൾറെഡി നമുക്ക് തരുന്നുണ്ട്. 3 year-ന്റെ നമുക്ക് റെസിഡൻസ് കാർഡ് ഒക്കെ വരുന്നത് 3 year റെസിഡൻസ് കാർഡ് ആണ് വരുന്നത്. അല്ല, അത് കോഴ്സ് പീരീഡ് തന്നെ 3 year അല്ലേ? അതെ 3 year ആണ് വരുന്നത്. നമുക്ക് നമ്മുടെ അവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് വരുന്ന 3 year ആണ് തരുന്നത്. അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോബ് കണ്ടുപിടിക്കണം. ഇപ്പൊ നേഴ്സിംഗിന് പോകുന്ന പിള്ളേർക്കെല്ലാം ഓൾറെഡി ഇവർ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവിടുത്തെ ഓൾറെഡി സർക്കാരിൽ നിന്ന് ഇന്റിമേഷൻ വരും, നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന വേക്കൻസി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അവരവിടെ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ഈ നഴ്സിംഗ് കഴിഞ്ഞ ആളുകളുടെ ഡീറ്റെയിൽസ് ഓൾറെഡി ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് നഴ്സിംഗ് ജോബിന് പ്രശ്നങ്ങളില്ല. PR കിട്ടുമോ? അപ്പം PR കിട്ടുമോ അത് കഴിയുമ്പോൾ ജോലി? എങ്ങനെ ഈ 3 വർഷത്തെ റെസിഡൻസ് പെർമിറ്റിന് ശേഷം അത് PR ആണോ? അതെങ്ങനെയാ അത്? അതോ ടെമ്പററി വിസ ആണോ? അവിടെ റെസിഡൻസ് ആയിട്ടുള്ള പെർമിറ്റ് ആണ്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പെർമനന്റ് റെസിഡൻസ് അല്ലേ ഉദ്ദേശിക്കുന്നത്? PR. അതെ. PR ആവണമെന്നുണ്ടെങ്കിൽ 10 year ആവണം ജർമ്മനി. 10 year നമ്മൾ സിറ്റിസൺഷിപ്പ് ആവുള്ളൂ. എത്ര വർഷം? 10 year ആണ് സിറ്റിസൺഷിപ്പിന്റെ. 10 year ആണ് അത് സിറ്റിസൺഷിപ്പ്. PR എന്ന് പറയുമ്പോൾ അത്രയും വേണ്ടല്ലോ. അപ്പം മീൻസ് PR മീൻസ് അവിടെ നമ്മൾ നിൽക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ PR നിൽക്കാനുള്ളത്, പെർമനന്റ് ആയിട്ട് നിൽക്കാനുള്ളത്. ഓൾറെഡി നമ്മളിപ്പോ ചെന്ന ഒരു 6 months നമുക്ക് പെർമനന്റ് റെസിഡൻസ് ആവുന്നുണ്ട് ഓൾറെഡി.
3 ഇയർ ഓക്കെ ഓക്കെ ഓക്കെ, അത് ക്ലാരിഫൈഡ് ആയി. ഓക്കെ 6 മന്തിനുള്ളിൽ നമുക്ക് കിട്ടും അത്. ഈ മെക്കട്രോണിക്സ്, ലോജിസ്റ്റിക്സ്, ഫിസിയോതെറാപ്പി കോഴ്സുകളൊക്കെ പറഞ്ഞല്ലോ, അതിനൊക്കെ ഏതാണ് ജർമ്മൻ ലാംഗ്വേജ് ഏതാണ് വേണ്ടത്? A2 മതിയോ അതോ B2 വേണോ? അത് ഹൗസ് ബിൽഡിംഗ് കോഴ്സാണ്. നഴ്സിംഗിൽ മാത്രമാണ് FSJ ഉള്ളത്. ഓക്കെ ഓക്കെ. അതായത് നഴ്സിംഗ് പോകുന്നില്ലേ, നഴ്സിംഗ് പഠിക്കാൻ പോകുന്നവർക്ക് മാത്രമാണ് FSJ കോഴ്സ് ഉള്ളത്. അതായത് മെക്കട്രോണിക്സിൽ FSJ ഇല്ലേ? മെക്കട്രോണിക്സിൽ FSJ ഇല്ല. മെക്കട്രോണിക്സ് അല്ല ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളാണ് കേട്ടോ. അത് പറഞ്ഞു തന്നിട്ടില്ല അല്ലെ? B2 വേണോ അല്ലെ? അല്ലല്ല, ഇത് FSJ എന്ന് പറഞ്ഞാല് നേഴ്സ് ആവുന്നതിന് മുന്നേ അസിസ്റ്റന്റ് നേഴ്സ് ആയിട്ട് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. നമ്മള് നേഴ്സ് ചെയ്യേണ്ട എല്ലാ പണിയും, ബെഡ് വിരിക്കുന്ന തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതാണ് FSJ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, അതിനകത്ത് മെക്കട്രോണിക്സ്, ഫിസിയോതെറാപ്പി, ലോജിസ്റ്റിക്സ്, ഇതിനകത്തൊന്നും FSJ ഇല്ല. ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ആണത്. നേഴ്സിംഗിൽ മാത്രം. അപ്പൊ ഈ മെക്കട്രോണിക്സിൽ €600 എന്ന് പറയുമ്പോൾ അവർ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവർക്കാണ് €600 എന്ന് പറഞ്ഞേ. ഓക്കെ. ബാക്കി എല്ലാ കോഴ്സുകളും, നേഴ്സിംഗ് ഒഴികെ ബാക്കി എല്ലാ കോഴ്സുകളും, ഹോസ്പിറ്റാലിറ്റി, മെക്കട്രോണിക്സ്, ഫിസിയോതെറാപ്പി, ലോജിസ്റ്റിക്സ്, ഫുഡ് ടെക്നീഷ്യൻ, അതുപോലെ തന്നെ നമ്മളുടെ കൺസ്ട്രക്ഷൻ, ഇത്രയും കോഴ്സുകൾ വരുന്നത് ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളാണ് വരുന്നത്. അതിനെല്ലാം B2 വേണമല്ലോ? അതിന് B1 ഒന്നോ രണ്ടോ മൊഡ്യൂൾ തൊട്ട് നമുക്ക് ചെയ്യാം. B2 വേണമെന്നില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. B2 മാൻഡേറ്ററി അല്ല പറയുന്നത്. FSJക്ക് മാത്രമാണ് A2 ഫുൾ മൊഡ്യൂൾ അല്ലെങ്കിൽ B1 B2 ഒന്നോ രണ്ടോ മൊഡ്യൂൾ വേണ്ടത്. വീണ്ടും കൺഫ്യൂഷൻ. നമ്മൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യണം, ഒരുത്തിന് ഇപ്പൊ മെക്കട്രോണിക്സ് ഹൗസ് ബിൽഡിംഗ് ചെയ്യണം, അവൻ B2 പാസ് ആയിരിക്കണമോ വേണ്ടയോ? B2 പാസ് ആയിരിക്കേണ്ട. B1 B2 ഒന്നോ രണ്ടോ മൊഡ്യൂൾ മതി. B1 തൊട്ട് B1 1 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. A2 ഉണ്ടെങ്കിൽ നേഴ്സിംഗിന് A2 ഉണ്ടെങ്കിൽ FSJയിലേക്ക് പോവാം. FSJക്ക് പോവാം. നേഴ്സിംഗിൽ മാത്രമാണ് FSJ എന്നുള്ള പ്രോഗ്രാം വരുന്നുള്ളൂ. മാത്രം. ബാക്കിയുള്ള ഇതെല്ലാം ഹൗസ് ബിൽഡിംഗ് കോഴ്സിൽ വരുന്നതാണ്. ഇപ്പൊ ഈ FSJ എന്ന് പറയുമ്പോൾ നേഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേന് ഹോം കെയർ ആണോ? ഈ വീടുകളിൽ ഡൊമിസിലറി കെയർ ആണോ? അതോ FSJ വരുന്നത് നമ്മളുടെ കെയർ ഹോംസ് വരാറുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും വരാറുണ്ട്. അത് നമുക്ക് എംപ്ലോയറുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വർക്ക് കോൺട്രാക്ട് വന്നാലാണ് അറിയാൻ പറ്റുള്ളൂ നമുക്ക്. ചിലർ ഇങ്ങോട്ട് പറയുന്നു ഞങ്ങൾക്ക് FSJക്ക് പോകണ്ട, അത് വീടുകളിലുള്ള ജോലിയാ, വീട്ടിൽ നേഴ്സിംഗ് എയ്ഡ് പോലെ നിൽക്കണം, കെയർ പോലെ വീട്ടിൽ ജോലി ചെയ്യണം, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ട്. ജോലി ചെയ്യുന്നത് AU പെയർ ആണ്. വീട്ടുജോലി ഒരിക്കലും വരില്ല കേട്ടോ ഈ FSJയില്. ഒരിക്കലും വീട്ടുജോലിയായിട്ട് വരില്ല. വീട്ടുജോലി എന്ന് പറഞ്ഞാൽ ഓപ്പയർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് പോകുന്നത്. അത് വീട്ടുജോലിയിലാണ് പോകുന്നത്. വീട്ടുജോലി പിള്ളേരെ നോക്കാനൊക്കെ പോകുന്ന ഒരു ഇതാണ്. അത് സെപ്പറേറ്റ് കാറ്റഗറിയാണ്, അത് വേറെ കാറ്റഗറിയാണ്. അത് ഇതിന്റെ അകത്ത് വരുന്നില്ല. നമുക്കിവിടെ പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് ഉണ്ടോ? ഈ നഴ്സിംഗിന് പോകുന്നവർക്ക്, ഇതിന് പോകുന്നവർക്കൊന്നും പാർട്ട് ടൈം ജോബ് ആയിട്ട് ഓപ്ഷൻസ് ഇല്ല. പഠിക്കാൻ പോകുന്നതല്ലേ, ഓൾറെഡി അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. പിന്നെ പാർട്ട് ടൈം ജോബ് ഇല്ല. അത് മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നവർക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഇവർക്ക് അതിനുള്ള ടൈം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. സർ അതെ, മറ്റേ FSJ കോഴ്സിന് BSc നഴ്സിംഗ് മാത്രം പോരെ? ഏതിനാ ക്വാളിഫിക്കേഷൻ? FSJ അത് FSJ കോഴ്സിന് ഇത് കിട്ടാനേ BSc നഴ്സിംഗ് അല്ലേ ക്വാളിഫിക്കേഷൻ? FSJ കിട്ടാനോ? എനിക്ക് പറഞ്ഞു മനസ്സിലായില്ല. 10th സ്റ്റാൻഡേർഡ് മതി. മിനിമം ക്വാളിഫിക്കേഷൻ അല്ലേ? മിനിമം ക്വാളിഫിക്കേഷൻ ആണ് സാർ ചോദിച്ചത്. FSJ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നതിന് മിനിമം എത്രയാണ് ക്വാളിഫിക്കേഷൻ? +2 കഴിഞ്ഞവരാണ് കൂടുതൽ പ്രിഫർ ചെയ്യണത്. +2 കഴിഞ്ഞാൽ പറ്റുന്നല്ലേ? പിന്നെ ഏജ് കൂടെ സയൻസ് സ്ട്രീം തന്നെ വേണോ അതോ അത് വേണമായിരിക്കുമല്ലോ? കുഴപ്പമില്ല. അതായത് ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സോ അതല്ല ഉദ്ദേശിച്ചത്? അതെ.
അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും പ്രശ്നമില്ല, എടുക്കാം. സാർ അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് വരുമ്പോ അങ്ങനെ നമ്മൾ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ എടുക്കുന്നവര് വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് എന്തുകൊണ്ട് ആ ഒരു കോഴ്സ് എടുത്തു എന്നുള്ളത് എന്തെങ്കിലും കൊടുക്കേണ്ട വേണ്ട ആവശ്യം? വേണ്ട വേണ്ട വേണ്ട, നമ്മളല്ലേ, നമ്മളുടെ ഇഷ്ടമല്ലേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് തീരുമാനിക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ ഗ്യാപ്പ് വരുന്ന ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ആ കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് 2 ഇയർ ഒരു സ്റ്റുഡന്റ് മീൻസ് 3 ഇയർ ഡിഗ്രിക്ക് പോയി, അപ്പം 3 ഇയർ ഡിഗ്രി കഴിഞ്ഞു, ആ സ്റ്റുഡന്റിന് പ്ലസ് ടു വെച്ച് പോകത്തില്ലേ? പ്ലസ് ടു വെച്ചിട്ട് ഡിഗ്രി അപ്പം 3 കഴിഞ്ഞിട്ടുണ്ടെന്നാൽ ഇയർ ഡിഗ്രി കഴിഞ്ഞത് കാണിച്ചാൽ അതിൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ജോബിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്യാപ്പിന്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം? ജോബിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോബിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വെക്കാനായിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചാൽ അല്ല നല്ലതായിരിക്കും. ഓക്കെ, അല്ലാതെ ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ട്രെയിനിങ് ഇപ്പൊ എക്സാമ്പിൾ PSC കോച്ചിങ് അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ VFSന്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരുമോ? ഇല്ല, അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഒരു സ്റ്റുഡന്റിന്റെ കംപ്ലൈന്റ് ആയത് 2 പ്രാവശ്യം സ്റ്റുഡന്റിനെ റിജക്ട് ചെയ്തു വിസ. അപ്പൊ എന്നെ അപ്രോച്ച് ചെയ്ത് വല്ലതും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം പറഞ്ഞ ഇതാണ്, ഗ്രാജുവേഷൻ ചെയ്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റേഷനിൽ ഒന്നും കൂടി വൃത്തിയായിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്ത് നോക്കാം മാത്രം. പുള്ളി ഗ്രാജുവേഷൻ ചെയ്തു. അവരോട് ചോദിച്ചു, ഗ്രാജുവേഷൻ ചെയ്ത് നീ എന്തിന് നീ ഡിപ്ലോമ നഴ്സിംഗിന് പോകുന്നു? അതായത് അവനോട് ചോദ്യം. 2 പ്രാവശ്യം റിജക്ട് ചെയ്തു. 2 തവണ റിജക്ട് ചെയ്തു. ഈ സ്ട്രീം ഏതാണ് ഗ്രാജുവേഷന്റെ? ഏത് സ്ട്രീമാണെന്ന് എനിക്കറിയത്തില്ല, ഓർമ്മയില്ല. പക്ഷെ അവനോട് നീ ഗ്രാജുവേഷൻ നീ ചെയ്തതാണല്ലോ, നീ എന്തിന് ഇനി നഴ്സിംഗ് ഡിപ്ലോമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തു. മീൻസ് ഇപ്പൊ ഒരു ബിടെക് കഴിഞ്ഞ ഒരാളാണ്, പുള്ളി ഇപ്പം ഈ നഴ്സിംഗിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ടാണ് നീ ബിടെക് കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്നത്? അപ്പൊ അതിനുള്ള ഒരു മോട്ടിവേഷൻ ലെറ്റർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ്. 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവർക്ക്. ഡോക്യുമെന്റേഷനിൽ ഇത് പറഞ്ഞാണ്, ഒന്നെങ്കിൽ ഡെമോൺസ്ട്രേഷൻ കൊടുക്കാം. ഡെമോൺസ്ട്രേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ മെയിൽ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം മെയിൽ ചെയ്യുക. ഇന്നതുപോലെയാണ് കാര്യങ്ങൾ, ഞാൻ ഇന്നതുപോലെ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു, അതുകൊണ്ടാണ് നഴ്സിംഗ് നല്ല ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ സ്ട്രീം ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് റിവേർട്ട് മെയിൽ അവർ തരും. പിന്നെ ഈ എല്ലാവർക്കും നമുക്ക് 100% വിസ കൊടുക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇതില് റിജക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളല്ല വിസ കൊടുക്കുന്ന ആൾക്കാരെ, എംബസിക്കാരാണ് വിസ കൊടുക്കുന്നത്. ഇതിലിപ്പം അവര് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ 100% ആരോടും വിസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എടുക്കരുത് കേട്ടോ. 100% ഉറപ്പിൽ ഒരു രാജ്യത്തിനും ഒരാൾക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹലോ, ഒരു സംശയം കൂടി. B1 സിംഗിൾ മോഡ്യൂൾ അല്ലെങ്കിൽ B2 സിംഗിൾ മോഡ്യൂൾ മാത്രം പാസ്സായ വ്യക്തിയെ കൂടി FSJക്ക് എടുക്കാം, നഴ്സിംഗിന് എടുക്കാം എന്ന് ആണല്ലോ ജോൺ സാറ് പറയുന്നേ? അതെ, സിംഗിൾ എടുക്കാം. ഓക്കെ. ഹലോ, പിന്നെ ഇത് സ്റ്റഡി ചെയ്യാൻ പോവല്ലേ, പിന്നെ എന്തിനാ എംപ്ലോയർ പിന്നെ കോൺട്രാക്ട് എന്തിനാണ്? ഇത് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നത് ആക്ച്വലി. ഇത് അതായത് നമ്മൾ ജോലിയും അതുപോലെ തന്നെ പഠിത്തവും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അത് കാറ്റഗറി വരുന്നത് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. നഴ്സുമാരുടെ കാറ്റഗറിയില്ലേ, അതിലേക്കാണ് ഈ വരുന്നത്, FSJ എന്നുള്ളത് വരുന്നത്. അതുകൊണ്ടാണ് എംപ്ലോയർ കണക്ട് ചെയ്യുന്നത്. ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിൽ രജിസ്റ്റർ ചെയ്യുന്നതല്ല, എംപ്ലോയേഴ്സ് ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മളുടെ എന്താണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ ആർബിട്രറി ഫെഡറാക്കില് ഓൾറെഡി അവിടെയുള്ള ഈ പറഞ്ഞ ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ളവരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മാച്ച് ആയിട്ട് വരുന്ന എംപ്ലോയർ ആരാണ്, അവരാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു സംശയം കൂടി, അപ്പൊ ഈ ഡിപ്ലോമ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കണ്ടിന്യൂ ജോബ് ഉണ്ടായിരിക്കുമോ, അതോ ഇത് കഴിഞ്ഞ ഉടനെ അവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുമോ? ഈ 3 വർഷം കഴിഞ്ഞാലാ? 3 വർഷം കഴിഞ്ഞാൽ ഈ 3 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് ജോബിലോട്ട് മാറാം. ഓൾറെഡി റെസിഡൻസ് പെർമിറ്റ് കാർഡ് കിട്ടുന്നതിനല്ലേ. റെസിഡൻസ് പെർമിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ കാർഡ് കൊണ്ട് അവർക്ക് 26 രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റും. വേറെ ജോബ് സ്ട്രീം മാറണമെങ്കിൽ മാറാം, അതൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ മാറിയിട്ട് ഏതിലോട്ട് മാറണം എന്നുള്ളത്. ഇതിലെന്തെങ്കിലും ഏജ് ലിമിറ്റ് ഉണ്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന്? 28 വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 28 ആണ് ഒരു സേഫ് ആയിട്ടുള്ള ഏജ് ലിമിറ്റ്. അത് കഴിഞ്ഞിട്ട് ചെയ്യാം, 34 വരെ ചെയ്യാം. പക്ഷെ സേഫ് ആയിട്ടുള്ള ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 ആണ്. 28 കഴിഞ്ഞിട്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മാർക്കിന് എന്തെങ്കിലും, അതായത് ഇത്ര പെർസെന്റേജ് മാർക്ക് സയൻസ് സ്ട്രീമിലാണെങ്കിൽ കുറവ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ കൂടുതൽ, അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും
ഇല്ല നിലവില്. ഇത് ജർമ്മനാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ +2 മാർക്ക് കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിലും ജർമ്മനിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. എംപ്ലോയർ നമ്മളെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ നന്നായിട്ട് പെർഫോം ചെയ്യാന്നുണ്ടെങ്കിൽ അവരെടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ജർമ്മൻ മീൻസ് ജർമ്മൻ ലാംഗ്വേജോ? ജർമ്മൻ ലാംഗ്വേജ് ആണ് അവർ ക്രൈറ്റീരിയ ആയിട്ട് മെയിൻലി നോക്കുന്നത്. അത് ഏത് ലെവലാണ് വേണ്ടത്? അത് 65-ന് മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതിന്റെ പെർസെന്റേജ് കൊടുക്കുന്നുണ്ടല്ലോ, മാർക്സ് കൊടുക്കുന്നുണ്ടല്ലോ, 100-ലാണല്ലോ മാർക്സ് വരുന്നത്. 65 മുകളിലാണെന്നുണ്ടെങ്കിൽ എബോവ് ആവറേജിന് മുകളിലാണ് വരുന്നത്. 90+ ആണെന്നുണ്ടെങ്കിൽ എക്സലന്റ് ആണ് കാറ്റഗറി വരുന്നത്. നമ്മൾ മാർക്ക് മാത്രം മേടിച്ചിട്ട് കാര്യമില്ല. മീൻസ് ഈ അവര് ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ നന്നായിട്ട് സംസാരിക്കാനും കൂടി പറ്റണം. സ്പീക്കിംഗ് അതിൻ്റെ അതൊരു വലിയ കാര്യമാണ്. ജർമ്മൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല. ജർമ്മൻ ലാംഗ്വേജ് ആണ് പറയുന്നത്, ഇംഗ്ലീഷ് അല്ല നമ്മളെ ഇന്റർവ്യൂ വരുന്നത്. അപ്പൊ ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ ആദ്യം കുട്ടികളെ പഠിപ്പിച്ചിട്ടാക്കണം. എങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ ആദ്യം കുട്ടികളെ പഠിപ്പിക്കണം. ഇവിടുന്ന് ജർമ്മൻ പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ് ഈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതെ. ജർമ്മൻ കൺട്രിയിൽ ഫുള്ളും ഈ ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. ലാംഗ്വേജ് ഇല്ലാണ്ട് പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇത് പ്രൊഫഷണൽസിൽ വരുന്ന ജോബാണ് ശരിക്കും പറഞ്ഞാല്. ജർമ്മൻ ലാംഗ്വേജ് ആണ് പഠിപ്പിക്കുന്നത് ഇവിടെ. ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സംവിധാനം എന്താ ഉള്ളത്? അത് അവര് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ട്രെയിനിങ് അവിടെ കൊടുക്കുന്നുണ്ട്. ആര്? ഈ നമ്മൾ FSCക്ക് പോകുന്നില്ലേ? ഗ്രീൻവേൾഡ് ചെയ്യുന്നുണ്ട് ജർമ്മൻ ലാംഗ്വേജ്. ഗ്രീൻവേൾഡ് ചെയ്യുന്നുണ്ട് സാർ ജർമ്മൻ ലാംഗ്വേജ്. ഓരോ സെക്ഷനും A1, A2, B1, B2 അങ്ങനെ ഓരോ മോഡ്യൂളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ട്യൂട്ടർ ഉണ്ട് ഇവിടെ, ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. സാറിന് അങ്ങനെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഗ്രീൻവേൾഡ് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു. PG കോഴ്സുകൾക്ക് ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ലല്ലോ. PGക്ക് ജർമ്മൻ ലാംഗ്വേജ് കേട്ടില്ല. മനസ്സിലായില്ലത്, കേട്ടില്ല. IELTS മാൻഡേറ്ററി ആണ്. ശരി. ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി അല്ലല്ലോ. ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല. അതായത് നമ്മളിപ്പം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഓഫർ ലെറ്റർ തരും. ആ ഓഫർ ലെറ്റർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് IELTS എത്ര സ്കോർ വേണം. യൂഷ്വലി അത് 6 ആണ് സ്കോർ വേണ്ടത്. 6.5 ഒക്കെയാണ് വേണ്ടത്. ഇപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഡ്രിൻ പോലുള്ള യൂണിവേഴ്സിറ്റികൾ, ബെർലിൻ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഒക്കെ ഏതാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് കുറഞ്ഞത് മതി. 5.5 ആണ് അവർ അക്സെപ്റ്റ് ചെയ്യും, പ്രശ്നമില്ല. നേരത്തെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ച് ചെയ്യായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. IELTS മാൻഡേറ്ററി ആണ്. IELTS APS മാസ്റ്റർ ഡിഗ്രിക്ക് നമ്മളിപ്പോ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് മാസ്റ്റർ ഡിഗ്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ BSc നഴ്സിംഗ് കഴിഞ്ഞു, അവിടെ മാസ്റ്റർ ഡിഗ്രിക്ക് നമുക്ക് പിന്നെ വിത്തൗട്ട് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പറയുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ പഠിച്ചിട്ട് അങ്ങനെ മാറുന്ന പിള്ളേരുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. മീൻസ് അവരുടെ ഇഷ്ടം. അതുപോലെ തന്നെ കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്ന പോലെ ഇരിക്കും. ബ്ലോക്ക്ഡ് ഫണ്ട് ഏതൊക്കെ കോഴ്സിന് വേണ്ടിയത്? ബ്ലോക്ക്ഡ് അക്കൗണ്ട് അറൌണ്ട് 11 lakhs എടുത്ത് കാണിക്കണം. അല്ലാതെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേണ്ടിയത്? മാസ്റ്റേഴ്സിന് പോകുന്ന എല്ലാവർക്കും ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം. ബ്ലോക്ക്ഡ് അക്കൗണ്ട് കമ്പൽസറി ആണത്. മറ്റേ ഡിപ്ലോമക്ക് വേണ്ട. നമ്മളിപ്പം ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്ക് വേണ്ട, പക്ഷെ മാസ്റ്റേഴ്സ് പോകുന്നവർക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം. മാസ്റ്റേഴ്സും പ്രീ എഡ്യൂക്കേഷൻ കിട്ടുമല്ലോ അല്ലെ? അതെ. അതിന് നമുക്ക് വേറെ പൈസ ഒന്നുമില്ല. യൂണിവേഴ്സിറ്റിയുടെ ചെറിയ പേയ്മെന്റ് ഉണ്ട്. നമുക്ക് എക്സാം ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വേറെ ട്യൂഷൻ ഫീസ് കാര്യങ്ങളൊന്നുമില്ല. അല്ല, ഫീസ് പെയ്ഡ് അല്ലേ? ഇത് പെയ്ഡ് അല്ലേ മാസ്റ്റേഴ്സ് ചെയ്യുന്നത്? അല്ല, പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. 50% മുകളിൽ മാർക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുള്ളൂ. മാർക്ക് കുറഞ്ഞവരാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നോക്കുന്നത്. 50% ഒരാൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ 50% മാർക്സ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ജർമ്മനി പോയി പഠിക്കാന്നാണ് പറയുന്നത്. ഫ്രീ ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ ലിവിംഗ് കോസ്റ്റ് ആണ് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അത് നമുക്ക് മന്ത്ലി എടുക്കാവുന്നതാണ് പേയ്മെന്റ്. അറൌണ്ട് 836 യൂറോ സംതിങ് നമുക്ക് എടുക്കാം ഒരു മാസം. അല്ല, ഫീസ് ആയിട്ടില്ലേന്ന്? ഇല്ല, ഫീസ് ആയിട്ടില്ല സാർ. അവർക്ക് ആ സമയത്തിൽ അക്കോമഡേഷൻ എങ്ങനെയാ?
ഈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ കോളേജിന്റെ തന്നെ അക്കോമഡേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. ഫ്രീ ആണോ? ഫ്രീ അല്ല, അതിന് പേയ്മെന്റ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കണം. അതിനാണല്ലോ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ ഫണ്ട് ഇടുന്നത്. അത് എത്ര വരും? അത് മാസ്റ്റേഴ്സിനാണ്, അത് മറ്റേ ഡിപ്ലോമ പോകുമ്പോഴും അങ്ങനെ തന്നെയാണോ? മാസ്റ്റേഴ്സിന് മാത്രമാണ് അത്, മറ്റേ നഴ്സിംഗിനും ഇതിനത് ബാധകമല്ല. അല്ല. അത് സാറേ, അത് എത്രത്തോളം എമൗണ്ട് വരും പെർ മന്ത്? 400 euro, 500 euro? 400 euro എന്തായാലും അടുത്ത് വരും പെർ മന്ത് അല്ലേ? പെർ മന്ത്. ഈ എന്താണ് APS എന്ന് പറഞ്ഞാൽ APS എന്ന് ഉദ്ദേശിച്ചില്ല, നമ്മുടെ സർട്ടിഫിക്കറ്റ് റെക്കഗ്നേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ അവര് വെരിഫൈ ചെയ്ത് തരുന്നതാണ്, സർട്ടിഫിക്കറ്റ്സ് വെരിഫൈ ചെയ്ത് തരുന്നതാണ്. നമ്മളിത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താണ് നമ്മൾ UFS അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ APS വേണം. അല്ലാതെ ഈ മാസ്റ്റേഴ്സ് മാത്രമല്ലേ ഉള്ളൂ, ഹോസ് ബിൽഡിംഗിൽ ഇല്ലല്ലോ? മാസ്റ്റേഴ്സിന് മാത്രമേ ഉള്ളൂ അത്, നഴ്സിംഗിന് പോകുന്നവർക്കില്ല. ഇത് രണ്ട് കാറ്റഗറിയിലാണ് ഡോക്യുമെന്റേഷൻ, രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് ഗ്രാജുവേറ്റ്സ് മുകളിലുള്ളവർക്ക് PG അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവർക്കാണ്, മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നവർക്കാണ് ഈ പറഞ്ഞ തൊട്ട് ബ്ലോക്ക്ഡ് അക്കൗണ്ടും കാര്യങ്ങളും വേണ്ടത്. മറ്റേത് +2 കഴിഞ്ഞിട്ട് നഴ്സിംഗ് അതുപോലുള്ള ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സിംഗ് പോകുന്നവർക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടും കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ അവർക്ക് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടും. മാസ്റ്റേഴ്സിൽ പോകുന്നതിന് ഏജ് ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ? മാസ്റ്റേഴ്സിൽ പോകുന്നതിൽ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരിക്കണം, നല്ലൊരു ഓഫർ ലെറ്റർ ഏതെങ്കിലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കണം. പിന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ വർക്ക് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും. 38 മോള് നമുക്ക് ഇതുവരെ വിസ കിട്ടിയിട്ടുണ്ട് ഏജില്. പിന്നെ ഒരുപാട് ഏജ് 40-45 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടില്ല. കാരണം അവരവിടെ പോയിട്ട് എന്ത് പഠിക്കാനാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരരുത്. ഒരാൾക്ക് ഗ്രാജുവേഷൻ പഠിക്കണമെങ്കിലോ, ജർമ്മൻ അറിയത്തില്ല, ഗ്രാജുവേഷൻ പഠിക്കണം, അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാ? ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ സെയിം തന്നെ പ്രൊസീജിയർ ആണ്, ബ്ലോക്ക് അക്കൗണ്ട് കാണിക്കണം. 11 lakhs. 11 lakhs. അത് എത്ര വർഷം? അവർ 4 years അല്ലേ അവരുടെ ഗ്രാജുവേഷൻ വരിക? ഇയേഴ്സ് വരുന്നത് 3 years, 3-4 years വരും ടോട്ടൽ ഗ്രാജുവേഷനോട് അവരുടെ ഇതുകൂടെ കഴിയുമ്പോൾ. അത് അബ്സല്യൂട്ട്ലി ഫ്രീ എന്ന് പറയാൻ മാത്രം ഉള്ളത് ഡിപ്ലോമ കോഴ്സുകൾ മാത്രമാണ്. അതെ, അബ്സല്യൂട്ട്ലി ഫ്രീ എന്ന് പറഞ്ഞാല് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഫണ്ട് കാണിക്കുന്ന പറഞ്ഞാൽ ലിവിംഗ് കോസ്റ്റ് ആണ് കാണിക്കുന്നത്. അല്ല, ഡിപ്ലോമ കോഴ്സുകൾക്ക് അത് വേണ്ടല്ലോ. ഡിപ്ലോമ കോഴ്സിന് അവർ സ്റ്റൈപ്പൻഡ് തരുന്നത് കൊണ്ട് അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇല്ല, ഇതില് അല്ലാതെ അവരുടെ എഡ്യൂക്കേഷന് വാല്യൂ കാണുന്നുണ്ട്. അതുകൊണ്ടാണ്, നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഇപ്പൊ ജർമ്മനിൽ പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ US, UK, കാനഡ അതുപോലെ തന്നെ അവർ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലോട്ട് മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. നമ്മളുടെ PhD ആയിട്ടുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റ്സിന് നല്ല വാല്യൂ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻസിന്റെ വാല്യൂ അവർ കൊടുക്കുന്നത് PhD-കാർക്ക്, റിസർച്ചേഴ്സിന് മുകളിലോട്ടുള്ളവർക്ക്, റിസർച്ചേഴ്സിനൊക്കെ നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട് ജർമ്മൻ. ബാക്കി നമ്മളുടെ 10th +2 ഒന്നും അവർ അത്ര വാല്യൂ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് കുട്ടികൾ കൂടുതൽ അങ്ങോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നഴ്സിംഗിനൊക്കെ പോകുമ്പോൾ അവര് സ്റ്റൈപ്പൻഡ് തരുമ്പോ പിന്നെ അക്കോമഡേഷൻ നമ്മൾ ഫ്രീ ആയിരിക്കും, അതെല്ലാം നമ്മൾ പേ ചെയ്യണം? ഏതിനാ? ഇപ്പൊ നഴ്സിംഗിന് അല്ലെങ്കിൽ ഈ മെട്രോണിക്സിനൊക്കെ പോകുമ്പോൾ അത് ഓൾറെഡി ഫ്രീ ആണ്, അതിന് പേയ്മെന്റ് ഇല്ല. അതിന് പുറമെയാണ് സ്റ്റൈപ്പൻഡ് തരുന്നത്? ഇതിന് പുറമെയാണ് സ്റ്റൈപ്പൻഡ് വരുന്നത്. ഫുഡ് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മീൻസ് നമ്മുടെ നാട്ടിലെ പോലെ പിള്ളേരോട് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ ചോറ് കറിയൊന്നും ആയിരിക്കില്ല, അവരെന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് വരുന്നത്. ഇൻ കേസ് നമ്മൾ ഈ 6 മാസം കഴിയുമ്പോൾ ജർമ്മൻ B2 ലെവൽ പാസ്സാകണം എന്ന് പറയുന്നല്ലോ. B2 പാസ്സായില്ല, എഴുതിയിട്ടും പാസ്സാകുന്നില്ല. 1 വർഷം കഴിഞ്ഞു, 2 വർഷമായി പാസ്സാകുന്നില്ല, എന്തായി? ഇതുവരെ ആരും അങ്ങനെ പോന്നിട്ടില്ല. കാരണം ഇവിടുന്ന് പോകുന്നവരൊക്കെ പഠിക്കാൻ പോകുന്നതല്ല, പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും പാസ്സാവാതിരിക്കില്ല. അവർ ഓൾറെഡി ലാംഗ്വേജ് നല്ല രീതിയിൽ ആക്സെന്റ് വ്യത്യാസമുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, കണക്ട് ആവുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് പാസ്സാവാതെ നമ്മുടെ പ്രശ്നമല്ലേ. ഒരു രീതിയിലും പറ്റില്ല എന്നുകൊണ്ട് തിരിച്ചു വരേണ്ടി വരും. ഡിപ്ലോമ കോഴ്സസ് ഇന്ത്യയിൽ വാലിഡ് ആണോ? എങ്ങനെ? ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകളെ ഇന്ത്യയിൽ വാലിഡ് ആണോ? പിന്നെ അത് ജർമ്മൻ ഗവൺമെന്റ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് അല്ലേ അതെല്ലാം? അതല്ല, കേരളത്തിൽ PSC എഴുതാനൊക്കെ പറ്റുമെന്ന് ചോദിക്കുന്നത്.
കേരളത്തിൽ PSC എഴുതാനോ? അത് വാലിഡ് ആണ്. അതിനിപ്പോ എന്താ പ്രശ്നം? അല്ല, ഈ നഴ്സിംഗ് കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, ഹോസ്പിറ്റലിംഗ് കോഴ്സ്, 3 ഇയർ ഡിപ്ലോമ. സർട്ടിഫിക്കറ്റ്സ്, എല്ലാ സർട്ടിഫിക്കറ്റ്സും വരുന്നത് നമ്മളിപ്പോ ജർമ്മനിയിൽ എവിടെ പഠിച്ചാലും അതിന്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ്സ് വരുന്നത് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മൻ ആണ് അത് പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിന് വാല്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ. നമ്മളെ സർക്കാർ ഇപ്പൊ നമ്മളിപ്പോ നാട്ടിൽ എവിടെ ഏത് സ്കൂളിൽ പഠിച്ചാലും നമ്മുടെ SLC ബുക്ക് വരുന്നത് കറക്റ്റ് ആയിട്ടല്ലേ വരുന്നത്, സെയിം തന്നെ. അല്ല, നേരത്തെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, അത് നമുക്ക് ഇവിടെ കേരളത്തിൽ PSC അപ്ലൈ ചെയ്യാനുള്ള വാലിഡിറ്റി ഇല്ല എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. കേരള PSC വേറൊരു ലെവലാണ്, ഇതൊന്നും ആലോചിക്കണ്ട. അതങ്ങനെയാണ്. കേരള PSC ചില കോഴ്സുകൾക്ക് അവർ കൊടുത്തില്ല. വേണമെങ്കിൽ ഇവിടെ UPSC അംഗീകരിക്കുന്ന പലതും കേരള PSC അംഗീകരിക്കാറില്ല. മാസ്റ്റേഴ്സ് പ്രൈവറ്റ് കോളേജിൽ പഠിക്കുമ്പോഴും ഈ ഫീസ് വേണ്ടെന്നാണോ പറയുന്നത് ജോൺ സാറേ? മാസ്റ്റേഴ്സ് പ്രൈവറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ ട്യൂഷൻ ഫീ ഇല്ലെന്നാണോ പറയുന്നത്? മാസ്റ്റേഴ്സ് പ്രൈവറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ കാശുണ്ട്. ട്യൂഷൻ ഫീ ഉണ്ട്. ഉണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. അതെത്ര വരുന്നുണ്ട്? നമ്മൾ പേയ്മെന്റ് അടയ്ക്കണം. പ്രൈവറ്റ് കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ഒരു കുട്ടി എത്രത്തോളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലെ? ഓക്കെ ഓക്കെ. അത് എത്ര ആവുന്ന ട്യൂഷൻ ഫീ ഓരോ കോഴ്സ് അനുസരിച്ചിരിക്കുമല്ലോ? ഓരോ കോഴ്സ് ഓരോ കോളേജ് അനുസരിച്ച് വ്യത്യാസം വരും. നമുക്ക് ആ കോളേജിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പം ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാന്നുള്ളത്. നമ്മൾ പറഞ്ഞു സാർ, ഒരു അപ്രോക്സിമേറ്റ് എത്ര വരും എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടോ? അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ കോഴ്സ് എടുക്കുന്നതിനെ കുറിച്ച് ഉള്ളതാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അത് പിന്നെ ഓരോ കോളേജും ഇപ്പൊ ഫസ്റ്റ് ചില കോളേജുകൾക്ക് ഫസ്റ്റ് ഇയർ മാത്രം അടച്ചാൽ മതി, ചിലതിന് ഫുൾ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും, ചിലതിന് ഹാഫ് പേയ്മെന്റ് മതി. അതെങ്ങനെയാന്നുള്ളത് ഓരോ കാൻഡിഡേറ്റിന്റെ പ്രൊഫൈൽ അനുസരിച്ച് ഡിപ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് കാൻഡിഡേറ്റിനോട് പറയാൻ പറ്റില്ല ഇത്ര വരും എന്നുണ്ട്. അത് പ്രൊഫൈൽ നോക്കിയിട്ട് നിങ്ങൾ സിസ്റ്റത്തിൽ നോക്കിയാൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾ സോഫ്റ്റ്വെയറിൽ നോക്കി അറിയാൻ പറ്റുമായിരിക്കും ഓൾറെഡി അറൗണ്ട് എത്ര വരുന്നതെന്നുള്ളത്. അല്ലാതെ എക്സാക്ട് എമൗണ്ട് പറയാൻ പറ്റില്ല നമുക്ക്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ഇപ്പൊ FSD ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം? ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഇപ്പൊ ഈ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിസിറ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അല്ലേ ഉദ്ദേശിച്ചത്? അപ്പൊ അച്ഛനെ അമ്മേനെ കൊണ്ടുപോകുന്നല്ലേ ഉദ്ദേശിച്ചത്? അല്ല, ഭർത്താവ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ, ഹൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സിലോട്ട് അവർക്ക് ഇപ്പൊ പറ്റത്തില്ല. കാരണം അവർക്ക് വേറെ ഇതൊന്നുമില്ല, എന്താണ് സ്റ്റൈഫൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. അവർക്ക് വേറെ ജോബ് ഒന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവര് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ ഫണ്ട് ഒക്കെ ഇട്ട് കാണിച്ചിട്ട് കൊണ്ടുപോകേണ്ടി വരും. ഈ സെയിം തന്നെ 10 lakh കാണിക്കേണ്ടി വരും. മാസ്റ്റേഴ്സിന് പോകുന്നവരാണെങ്കിലും സെയിം തന്നെ. അവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊരു സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ലല്ലോ ഫാമിലിനെ. അപ്പൊ 11 ആക്കട്ടെ. അതെന്നുള്ളത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇട്ട് വെച്ചിട്ട് ചെയ്യേണ്ടി വരും മാസ്റ്റേഴ്സ് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് പറ്റും. ഡിപ്ലോമ പഠിക്കുകയാണെങ്കിൽ നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, പ്രൊഫഷണൽ നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേഴ്സുമാർക്കാണെന്നുണ്ടെങ്കിൽ പറ്റും. പക്ഷെ അന്നേരം സ്പൗസ് ഇവിടുന്ന് പോകുന്ന ആൾ A1 പാസ് ആയിട്ടിരിക്കണം കേട്ടോ. A1 ലാംഗ്വേജ് വേണം, A1 ഫുൾ മൊഡ്യൂൾ വേണം. അങ്ങനെയുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? എനിക്ക് തോന്നുന്നു FSD ഹൗസ് ബിൽഡിംഗ് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ജോൺ സാർ ഇപ്പം ജർമ്മനിയിലാണോ ഇന്ത്യയിൽ എവിടെ അവിടെ സെറ്റിൽഡ് ആണോ? അതെവിടെയാണോ ജോൺ സാർ ഇപ്പൊ സംസാരിക്കുന്നത്? ജർമ്മനി ഇപ്പൊ നാട്ടിലുണ്ട്, നെക്സ്റ്റ് മന്ത് പോകും. അപ്പൊ അവിടുത്തെ ഇൻഫർമേഷൻ എല്ലാം അറിയാം. ഓക്കെ ഓക്കെ. ഇതിന്റെ ഇൻടേക്ക് എത്ര മാസം വരെ ഉണ്ട് ഇപ്പൊ തുടങ്ങിയാല്? എങ്ങനെ ഇപ്പൊ ഇൻടേക്ക് നമ്മളിപ്പോ തുടങ്ങി കഴിഞ്ഞാൽ എത്ര കാലം വരെ നമുക്ക്? ആക്ച്വലി ഇൻടേക്ക് എന്ന് പറഞ്ഞ ഒരു പരിപാടി മാസ്റ്റേഴ്സിന് മാത്രമാണ് ഉള്ളൂ. മാസ്റ്റേഴ്സിന് 2 ഇൻടേക്ക് ഉള്ളൂ. മാർച്ചും സെപ്റ്റംബറും 2 ഇൻടേക്ക് ആണ് വരുന്നത്.
ബാക്കി എല്ലാത്തിനും ഇൻടേക്ക് ആയിട്ടില്ല. ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സിനൊന്നും ഇൻടേക്ക് ആയിട്ടില്ല ശരിക്കും പറഞ്ഞാല്. അത് ഒരു 1 ഇയറിൽ ഒരു 3 അല്ലെങ്കിൽ 4 തവണയായിട്ട് അവർ എടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളെ. നഴ്സിംഗിനോ? സെയിം തന്നെ. സെയിം തന്നെ. അപ്പൊ എനി ടൈം ഇയർലി ഏത് ടൈമും നമുക്ക് ഇൻടേക്ക് ആയിട്ട് എടുക്കാം എന്നാണ്. എപ്പോഴും പോകുന്നുണ്ടല്ലോ പിള്ളേർ, എപ്പോഴും പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ജർമ്മനിക്ക് പോകുന്ന നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. എപ്പോഴും ഈ പിള്ളേർ പോകുന്നുണ്ടല്ലോ. എപ്പോഴും അവിടെ ആളെ ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് എത്ര നഴ്സുമാരുണ്ടെങ്കിലും അവർക്ക് എടുക്കാൻ പറ്റും. കാരണം വാർഡുകളിൽ ഓരോ ദിവസം രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ നോക്കാനായിട്ടാണ്, അവരെ ട്രീറ്റ് ചെയ്യാനും കാര്യങ്ങൾ പഠിക്കാനായിട്ടാണ് ഈ പിള്ളേർ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഫിസിയോതെറാപ്പിയിലും മെക്കാട്രോണിക്സിനും ഹോസ് ബിൽഡിംഗ് പഠിക്കുന്നവരുണ്ടല്ലോ, അവർക്കും ഇല്ലേ? അവർക്കും ഇൻടേക്ക് ടൈം ഇല്ലേ? ഇൻടേക്ക് ആയിട്ടില്ല ശരിക്കും പറഞ്ഞാല്. ടൈം ഇല്ല. ഇൻടേക്ക് എന്ന് പറഞ്ഞുകൊണ്ടില്ല. ജർമ്മനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ നാട്ടിൽ നിന്ന് എല്ലാവരും പറയുന്നത് സെപ്റ്റംബർ ഇൻടേക്ക്, മാർച്ച് ഇൻടേക്ക് എന്ന് പറഞ്ഞ 2 ഇൻടേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് പിള്ളേരാരും പോകുന്നില്ലേ? ഈ മാർച്ചിലും സെപ്റ്റംബറിലും അല്ലാണ്ട് ഇവിടെ നിന്ന് വേറെ ആരും പോകുന്നില്ലേ? ഏപ്രിലിൽ പോകുന്നവരുണ്ടല്ലേ? എന്താണ്? 10th കഴിഞ്ഞാൽ അലൗഡ് ആണോ അതോ +2 തന്നെ കഴിയണമെന്നുണ്ടോ? അവർ പ്രിഫർ ചെയ്യുന്നത് +2 ആണ് പ്രിഫർ ചെയ്യുന്നത്. 10th കഴിഞ്ഞാൽ അലൗഡ് ആണ്, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കിട്ടാനായിട്ട്. ഏജ് 18 ഇയേഴ്സും കൂടി ആവണ്ടേ? 10th കഴിയുമ്പോൾ 18 ഇയേഴ്സ് വിഷയമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ 10th പിന്നെ നല്ല മാർക്കിൽ പാസ്സായിട്ട് തന്നെ +2 പിന്നെ വളരെ ലോ ലെവലിൽ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അവർക്ക് പിന്നീട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ നഴ്സിംഗോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഹെൽത്ത് കെയറോ ഡേ കെയർ അസിസ്റ്റന്റോ ഒക്കെ ആയിട്ട് മാറാന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മള് ഇപ്പൊ എടുക്കുന്ന എല്ലാം +2 കഴിഞ്ഞിട്ടുള്ളവരാണ് പ്രിഫർ ചെയ്യുന്നത്. 10th കഴിഞ്ഞിട്ടുള്ളവരെ പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമ്മളിത് കണക്ട് ചെയ്ത് വരുമ്പം അവര് നോക്കുമ്പം ഇതിൽ എലിജിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ഇന്റർവ്യൂവിൽ തന്നെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. മിനിമം 50% മാർക്ക് വേണം അല്ലേ? 50% അല്ല, അതവര് ഈ ജർമ്മൻ സംസാരിക്കുന്ന പോലെ ഇന്റർവ്യൂ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും. മാർക്ക് കുറഞ്ഞ പിള്ളേരും കയറിയിട്ടുണ്ട്. 44% ഉള്ളവരൊക്കെ കയറിയിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവർ നന്നായിട്ട് ജർമ്മൻ അറിയാമായിരുന്നു. ജർമ്മൻ നന്നായിട്ട് പഠിക്കാം. ചില കുട്ടികൾക്ക് അങ്ങനെ സ്കിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, എടുക്കാൻ പറ്റും. ചില സമയത്ത് FSAക്ക് കണ്ടമാനം ടൂ മെനി ആപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് FSA റിജക്റ്റഡ് ആവുകയാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഇൻഫർമേഷൻ വരുന്നു. അങ്ങനെയുണ്ടോ? ഇത് ഈ റിജക്ഷൻ ആവാന്നത് ആരാ പറഞ്ഞത് നിങ്ങളോട്? ഈ ഇൻഫർമേഷൻ എങ്ങനെയാ വന്നത്? എന്തെങ്കിലും സൈറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഇത് കുട്ടികൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മോട് പറയുന്നതായി. നമ്മൾ ഈ ലീഡ്സ് വരുമ്പോൾ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത്, ഇത് എന്താണ്, ഇത് എക്സാക്ട് ആയിട്ടുള്ള റീസൺ അറിയാമോ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കാം. അപ്പൊ അവര് പറയും എന്റെ ഇന്ന പറഞ്ഞാണ്, അത് പറഞ്ഞാണ്, ഇത് പറഞ്ഞാണ് എന്നൊക്കെ പറയും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഇത് ആക്ച്വലി ഈ FSJ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്ക് ഒരു 98% വാലിഡ് ആണ്. വിസ മാക്സിമം കിട്ടുന്നതാണ്. ഏറ്റവും കൂടുതൽ വിസ കിട്ടുന്ന കോഴ്സുകളാണത്. വളരെ കുറച്ച് കേസുകൾ മാത്രമാണ്, റെയർലി കേസുകൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ വിസ റിജക്ഷൻ ആവുന്നുള്ളൂ. പക്ഷെ മാസ്റ്റേഴ്സിലോട്ട് പോവാന്നുണ്ടെങ്കിൽ അത് 50-50 ചാൻസ് ആണ് വരുന്നത്. ഒത്തിരി കുട്ടികൾ B2 3 മോഡ്യൂൾസ് പാസ്സായി കിടക്കുന്നുണ്ട്. ഇവർക്ക് നഴ്സിംഗ് FSA മാത്രമേ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ ഹൗസ് ബിൽഡിംഗ് പറ്റത്തില്ല. അവർ കംപ്ലീറ്റ് ചെയ്യണം. B2 കംപ്ലീറ്റ് ചെയ്യാതെ ഹൗസ് ബിൽഡിംഗിലേക്ക് മാറാൻ പറ്റിയല്ലോ കുട്ടികൾക്ക് നഴ്സിംഗിന്. B2 ഒക്കെ ഫുൾ മോഡ്യൂൾസ് പാസ്സാകണ്ടേ നഴ്സുമാര്? ഒരിക്കൽ കൂടി ചോദിക്കുക. കേൾക്കാൻ മേലെ? ഹലോ 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 കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. B2 ഞാൻ മൊത്തം കേട്ടില്ല, പൂർണ്ണമായിട്ട് കേട്ടില്ല, ഒന്നുകൂടെ പറയോ? B2 ഒത്തിരി കുട്ടികള് 3 മോഡ്യൂൾസ് പാസ്സായി കിടപ്പുണ്ട്. ഒത്തിരി കുട്ടികൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നവര്. അവർക്ക് ഹൗസ് ബിൽഡിങ്ങിന് പോകണം. നടക്കിയല്ലോ. പ്രശ്നമില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു. നമുക്ക് FSJക്ക് പോകണമെന്നുണ്ടെങ്കിൽ A2 ഫുൾ മൊഡ്യൂൾ കിട്ടിയ ആർക്ക് വേണമെങ്കിലും കുറച്ച് ക്രെഡിബിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. A2 4 മൊഡ്യൂള് അല്ലെങ്കിൽ B1 B2 1-2 മൊഡ്യൂള് ആണെങ്കിൽ നമുക്ക് ചെയ്യാം FSJ. ഓക്കെ. പക്ഷെ ഹൗസ് ബിൽഡിംഗ് വരുമ്പോൾ B1 B2 1-2 മൊഡ്യൂൾ വേണം.
ഹൗസ് ബിൽഡിംഗ് അപ്പൊ ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടും അവർക്ക്, സ്റ്റൈപ്പൻഡും എല്ലാം കിട്ടും. സ്റ്റൈപ്പൻഡ് കിട്ടും. B1 ഇപ്പൊ ഒരു മൊഡ്യൂളുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ എടുക്കാം, B2 ഒരു അല്ലെങ്കിൽ B2 ഉണ്ട് ഒരു കുട്ടിക്ക്, ആ മൊഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം, ഒരു പ്രശ്നമില്ല. ഹൗസ് ബിൽഡിങ്ങിൽ എടുക്കാം, അത് 100% ഷുവർ ആണ്. കാരണം ഒത്തിരി കുട്ടികൾ B2 3 മോഡ്യൂൾസ് 2 മോഡ്യൂൾസ് ഒക്കെ പാസ്സായി കിടക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. പക്ഷെ B1 ചെയ്തിട്ടില്ല. ഒത്തിരി പേരുണ്ട്, നമുക്കത് എടുക്കാൻ പറ്റും, ഹൗസ് ബിൽഡിംഗ് എടുക്കാൻ പറ്റും. B1 ചെയ്തിട്ടില്ല, പക്ഷെ അവര് ബൈപ്പാസ് ചെയ്തു. B1 എഴുതാതെ ഡയറക്റ്റ് B2ലേക്ക് പോയി. കേട്ടോ ജോൺ സാറേ? ഹലോ 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 കേൾക്കാവോ? ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. B1 എഴുതാതെ ഡയറക്റ്റ് അതിന്റെ എഫേർട്സ് എടുക്കണ്ടല്ലോ എന്ന് കരുതി അവർ B2ലേക്ക് പോയി. അങ്ങനെയുള്ള പ്രശ്നമില്ല, 1-2 മൊഡ്യൂൾ ഉള്ളവരെ എടുക്കാൻ പ്രശ്നമില്ല. അവരെ FSAക്ക് അല്ലേ എടുക്കാവുന്നത്? അല്ല, ഹൗസ് ബിൽഡിംഗിൽ എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഹൗസ് ബിൽഡിംഗിൽ B1 B2 1-2 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ എടുക്കാം നമുക്ക്. അതൊരു ഓക്കെ. തുടക്കം മുതൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. B2 ഫുൾ പാസ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു അല്ലേ? A2 കംപ്ലീറ്റ് ചെയ്തിട്ട് B1 സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് B2 എഴുതിയ ആൾക്കാരുടെ കാര്യമല്ലേ പറഞ്ഞത്? അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ എന്റെ സ്റ്റാഫ് തന്നെ പറയുന്നേ, എന്റെ സ്റ്റാഫും ഇവിടെ ഉണ്ട്. ആദ്യം സാറ് പറഞ്ഞത് A2 പാസ്സായവർക്ക് FSA ചെയ്യാം. B1 B2 1-2 മോഡ്യൂൾസ് പാസ്സായവർക്കും FSA ചെയ്യാം. ഇപ്പൊ നമ്മൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ടാണ്. ഇപ്പൊ നേഴ്സായിട്ട് അവിടെ ഒന്ന് ഹൗസ് ബിൽഡിംഗ് ചെയ്യണം, ഫ്രീ എഡ്യൂക്കേഷൻ എല്ലാം ഫ്രീ ആയിട്ട് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടുന്നത് രീതിയിലുള്ള ഫ്രീ എഡ്യൂക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞത് B2 ഫുൾ മോഡ്യൂൾസ് പാസ് ആകണമെന്നായിരുന്നു. അതായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. FSD നിങ്ങളിപ്പോ ഹൗസ് ബിൽഡിങ്ങിന്റെ കാര്യം വിട്ടേക്ക്, ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം, അതായിരിക്കും നല്ലത്. FSDയിൽ വരുവാന്നുണ്ടെങ്കിൽ A2 4 മൊഡ്യൂള് അല്ലെങ്കിൽ B1 B2 1-2 മൊഡ്യൂൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാം FSD. ഓക്കെ, ഗോട്ട് ഇറ്റ്. അത് കിട്ടി 1-2 മോഡ്യൂൾസ് കിട്ടി. ഓക്കെ. നമുക്ക് ഹൗസ് ബിൽഡിങ്ങിലോട്ട് വരുമ്പോൾ B1 B2 1-2 മൊഡ്യൂൾ ഏതെങ്കിലും B1 കംപ്ലീറ്റ് ചെയ്തിട്ട് B2 കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. B2 1-2 മൊഡ്യൂൾ ആണെങ്കിലും മതി. അല്ല ജോൺ സാറേ, ഇപ്പം പറഞ്ഞ FSAക്കും ഹൗസ് ബിൽഡിംഗിന് സെയിം ക്രൈറ്റീരിയ ആണല്ലോ അന്നേരം. സെയിം ക്രൈറ്റീരിയ ആണോ സാറേ? ഞാനൊരു കാര്യം പറയട്ടെ. FSD എന്ന് പറഞ്ഞാല് ലൈൻ ബ്രേക്ക് ആകുന്നു, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. ലൈൻ ബ്രേക്ക് ആകുന്നു. ഒരു സെക്കൻഡ്. അതായത് FSDയിൽ വരുന്നത് A2 ഫുൾ മൊഡ്യൂള് അല്ലെങ്കിൽ B1 B2 1-2 മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ ഹൗസ് ബിൽഡിങ്ങിലോട്ട് വരുമ്പം ഈ A2 പറ്റില്ല, B1 B2 മാത്രമേ പറ്റുള്ളൂ. ഏതെങ്കിലും 1-2 മൊഡ്യൂൾ മതി, B1 B2. അപ്പം FSAക്ക് A2 എന്നുള്ള ഒരു കണ്ടീഷനല്ലേ ഉള്ളൂ, B1 B2 എന്നുള്ളത് വരുന്നില്ലല്ലോ. അതിൽ ഹൗസ് ബിൽഡിംഗ് തന്നെ ചെയ്യാമല്ലോ. ഹൗസ് ബിൽഡിംഗിന് തന്നെ ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ FSDക്ക് പിള്ളേർ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ചെന്നിട്ട് ഇപ്പൊ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഫ്ലുവന്റ് ആവാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചുകൂടി ഫ്ലുവന്റ് ആവും. അതുപോലെ തന്നെ അവർക്ക് ഇവിടുത്തെ ലാംഗ്വേജ് എഴുതിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രിഫറൻസ് കൂടുതൽ ജർമ്മനിൽ ഇപ്പൊ അവർ ജോബ് അന്വേഷിക്കൂലേ, അവിടെ ചെന്നിട്ട് B2 കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജിന് കുറച്ചൊരു പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നുണ്ട് അവര് ജോബിനൊക്കെ പോകുമ്പോൾ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവർ മാത്രമാണ് FSDയിലോട്ട് പോകുന്നത്. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ കുട്ടികളെല്ലാം ഓടി നടന്ന് എക്സാം എഴുതാൻ വേണ്ടി ഓടി നടക്കുക. കാരണം അവർ 2 മോഡ്യൂൾ പാസ്സായി, B2 3 മോഡ്യൂൾ പാസ്സായി. എക്സാം സെന്റേഴ്സ് കിട്ടുന്നില്ല, അവർ ഡൽഹിക്കും പൂനെക്കും ഒക്കെ പോവുകയാണ്.
നമുക്ക് അതിന് വേറെ കാരണം കാര്യം എന്താ? നമുക്ക് വേറെ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ഈ പിള്ളേർക്ക് ഡേറ്റ്സിന്റെ മെയിൽ അയച്ചു കൊടുക്കാൻ പറ്റും. അവർക്ക് അവരുടെ മെയില് കൺഫർമേഷൻ മെയിൽ വരാന്നുണ്ടെങ്കിൽ അവരുടെ മെയിലിൽ കയറി അവർ ഡയറക്റ്റ് ഗോവത്തേക്ക് പേയ്മെന്റ് ചെയ്താൽ മതി. കൊച്ചിയിൽ എടുത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഡേറ്റ്സ്. That's great. നമുക്ക് വേറെ എക്സ്ട്രാ പേയ്മെന്റ് കാര്യങ്ങളൊന്നും നമ്മൾ പിള്ളേരെയും നമ്മൾ മേടിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളത് ഈ ഡീറ്റെയിൽസ് നമുക്ക് മന്ത്ലി 2 ഷെഡ്യൂളായിട്ടാണ് നമ്മൾ മെയിൽ അയക്കുന്നത്. 15 ദിവസത്തിന് ആദ്യത്തെ 1 to 15 ഡേയ്സിനുള്ളിൽ വരുന്ന മെയിലുകളാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 15-ാം തീയതിക്ക് അയക്കും. അതിനുശേഷം വരുന്നത് 30th അയക്കുള്ളൂ, മന്ത് എൻഡിലാണ് അയക്കുള്ളൂ. 2 മെയിൽ അയക്കും. ആ 2 മെയിലും നമ്മൾ ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അയച്ചേക്കുന്നതിൽ നമുക്കൊരു 90 സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് 40 സ്റ്റുഡൻസിന് എന്തോ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അത് ഈ കുട്ടികൾക്ക് തന്നെയാണ് മെയിൽ പോകുന്നത്, നമുക്കും അല്ല വരുന്നത്. കാരണം എനിക്ക് ഒത്തിരി എൻക്വയറീസ് ഇങ്ങനെ വരുന്നത്, ഞാൻ ജർമ്മനിന് വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു. അന്നേരം ഈ പറയുന്ന പോലെ ഒരു ഒത്തിരി മസാലയായി പോയി അതിന്റെ ഇൻഫർമേഷൻ. ഇതിപ്പോ പിള്ളേരുടെ അടുത്ത് നമ്മളടുത്ത് ഡീറ്റെയിൽസ് തന്നു കഴിയുമ്പോൾ പിള്ളേരോട് പറയുക, നിങ്ങൾ പാരലൽ ആയിട്ടും കൂടെ നോക്കിക്കോ, എവിടെ നിന്നാണോ ഡേറ്റ് കിട്ടുന്നത് അവിടെ നിങ്ങൾ എടുത്തോ, പ്രശ്നമില്ല. അല്ല, അവർക്ക് ഇവിടെ തന്നെ വേണം, കേരളത്തിൽ തന്നെ വേണം. പക്ഷെ അവർ നെട്ടോട്ടം ഓടി നടക്കുവാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്തിന്റെ കൊച്ചു തന്നെ ഒരാൾ പൂനെക്ക് പോയി, ഒരാൾ ഡൽഹിക്ക് പോയി. അവര് ഇതൊരു സ്ലോട്ട് ഒരു ബീയിങ് ടൈം പീരീഡിൽ ഇത്ര പേരാണ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ കോവിത്തയില്. അതുകൊണ്ടാണ് അത്രയും ഒരു കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ എഴുതാനായിട്ട് ഉണ്ട്, വെയിറ്റിംഗിലാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണോ സാർ അറേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത്? അതെ 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 അതെ. നമ്മൾ ഡയറക്റ്റ് മെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അവരാണ് അലോട്ട് ചെയ്യുന്നത് കേട്ടോ. അവർക്ക് കൺഫർമേഷൻ ആകുകയെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൽ വരും. നമ്മൾ ഡീറ്റെയിൽസ് തരേണ്ടത് ഏത് മെയിലിലേക്കാണ്? ഡീറ്റെയിൽസ് ഗ്രീൻ വേൾഡിന് കൊടുത്താൽ മതി. ഗ്രീൻ വേൾഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഗ്രീൻ വേൾഡ് അത് നോട്ട് ചെയ്യണം. കാരണം അതാ പറഞ്ഞ ഡെൽറ്റ മാഡം അത് നോട്ട് ചെയ്ത് ഞങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ തരണം. കാരണം ഈ ഒത്തിരി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങള് ഒത്തിരി കാശ് മുടക്കി പരസ്യത്തിന് വേണ്ടി. ആ പരസ്യം മുഴുവൻ വേസ്റ്റ് ആയി പോയി. കാരണം ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മസാലയായിട്ട് മാറി. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, വീണ്ടും ഈ ഹോസ് ബിൽഡിങ്ങിന്റെ. കാരണം ജർമ്മനിയുടെ ഈ ക്രൈറ്റീരിയയെ പറ്റി ഞങ്ങൾ ഒത്തിരി പഠിച്ചു. അതിനുശേഷമാണ് ഈ ജോൺ സാറിന് ഇത്ര ഇൻഫർമേഷൻ കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ഗ്രീൻ വേൾഡിന്റെ തന്നെ ഒരെണ്ണം ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, എന്തൊക്കെയാന്നുള്ളത്. ഫസ്റ്റ് നഴ്സിംഗ് ഇൻ ഹൗസ് ബിൽഡിംഗ് എന്തൊക്കെ ക്രൈറ്റീരിയ വരുന്നതെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഗ്രീൻ വേൾഡിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതിന്റെ ഒരു കംപ്ലീറ്റ് പിന്നെ ഡീറ്റെയിൽസ് പിന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താലായിരുന്നു. അപ്പം B2 എനിക്ക് കിട്ടിയ ഈ എനിക്കുണ്ടായ കൺഫ്യൂഷൻ ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചത് റീകൺഫേം ചെയ്യണം. കാരണം ഒത്തിരി കാശ് മുടക്കി ഒത്തിരി മെനക്കെട്ട ശേഷം നമുക്ക് ഇൻഫർമേഷൻ ഞങ്ങളുടെ കിട്ടിയ റോങ് ഇൻഫർമേഷൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റാഫും ഞങ്ങൾ ഡിസ്കറേജ് ആയി പോകും. ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നു. B1 അല്ലെങ്കിൽ B2 1 or 2 മോഡ്യൂൾസ് കിട്ടിയവർക്ക് ഹോസ് ബിൽഡിംഗ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കും. അപ്പൊ കുട്ടികൾ വരുമ്പോഴത്തേനും അത് നടക്കുമെന്നുള്ളത് നടക്കത്തില്ല, അത് സംശയമാണ്, നമ്മൾ അവരോട് പറയരുത് എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ ഡെസ്പായി പോകും. അതുകൊണ്ടാണ് ഞാൻ ജോൺ സാറിന് ഇപ്പൊ എല്ലാരും മുമ്പിൽ വെച്ച് ഇതൊരു എഴുതി മേടിക്കുന്നത് പോലെയാണ്. B1 B2 1 or 2 മോഡ്യൂൾസ് പാസ്സായാൽ ഹോസ് ബിൽഡിംഗ് ചെയ്യാം, അല്ലെങ്കിൽ B1 ഫുൾ മോഡ്യൂൾസോ 1 or 2 മോഡ്യൂൾസ് മതി, ഹോസ് ബിൽഡിംഗ് ചെയ്യാം. എല്ലാരും B2 എടുക്കുന്നതെന്ന് പറഞ്ഞാല് അവര് സേഫ് ആണ്. ഈ പിള്ളേർ അവിടെ പോയിട്ട് എഴുതിയിട്ട് കിട്ടിയില്ല, അതിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവർക്ക് വേറെ കാര്യങ്ങൾ വരില്ല. അതൊക്കെ കൊണ്ടാണ് എല്ലാരും B2 പ്രിഫർ ചെയ്യുന്നത്. മാത്രമല്ല ഇന്റർവ്യൂവിൽ കിട്ടാൻ എളുപ്പവും B2 ആണ്. B2 ഉള്ള കുട്ടിയാന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പം A2 എന്നുള്ള പറയുന്നവനേക്കാളും B2 ലാംഗ്വേജ് ലെവൽ കൂടുതൽ പഠിച്ചവനെയാണല്ലോ പ്രിഫർ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എല്ലാരും B2 പറയുന്നത്. സാറെ പ്രിഫർ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും അവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ, കിട്ടുമെന്നുള്ളതും കൂടി. അപ്ലൈ ചെയ്താൽ മാത്രം പോരല്ലോ. ഒരു കുട്ടി B2 B1 2 മോഡ്യൂൾസ് പാസ്സായി, 3 മോഡ്യൂൾസ് പാസ്സായി, അത് വന്ന് അപ്ലൈ ചെയ്യുന്നു, എനിക്ക് ഹോസ്പിറ്റലിന് പോകണം. ഞാൻ പറയുന്നു ഓക്കെ നിങ്ങൾ എടുക്കാം, അപ്ലിക്കേഷൻ എടുത്തു. അത് കഴിയുമ്പോൾ നമ്മളെല്ലാം രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുടെ ഓഫീസിലെല്ലാം രജിസ്റ്റർ ചെയ്യുമ്പോൾ പറയുക, ശ്രമിക്കണം കേട്ടോ, നിങ്ങളുടെ ഇന്റർവ്യൂവിൽ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ B1 2 മോഡ്യൂള് പാസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ B2 1 മോഡ്യൂള് പാസ്സായിട്ടുള്ളൂ, ഞങ്ങൾക്ക് കൺഫർമേഷൻ അഷുറൻസ് തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എല്ലാം പിന്നെ പോയി. ഞങ്ങൾ പിന്നെ
ഞാൻ പറഞ്ഞത് സ്പേസ് സേവിങ് എല്ലാവരും പറയുന്ന B2 കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. B1 വെച്ചിട്ട് നമുക്ക് എടുക്കാൻ ചെയ്യുന്നതിന് പ്രശ്നങ്ങളില്ല. ഇന്റർവ്യൂല് നമ്മളെ കണക്ട് ചെയ്തതിന് ശേഷം എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് കൺഫർമേഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാറേ, ഇപ്പൊ മനസ്സിലായി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കാരണം ഒത്തിരി കുട്ടികൾ ഇങ്ങനെ ഞാൻ പറയുന്നത് ഒത്തിരി കുട്ടികൾ B1 എഴുതിയിട്ട് അല്ലെങ്കിൽ B1 എഴുതാതെ B2 പോയിട്ട് 2 മോഡ്യൂൾ 3 മോഡ്യൂൾ പാസ്സായ പിള്ളേരുണ്ട്. എനിക്ക് നന്നായിട്ട് അടുത്തുള്ള കുട്ടികളും അല്ലാത്തവരും ഒക്കെ. എന്നിട്ട് അവരിങ്ങനെ ഹൗസ് ബിൽഡിങ്ങിന് പോകാൻ വേണ്ടി B2 ഫുൾ പാസ്സാകണമല്ലോ എന്ന് കരുതി അതിനുവേണ്ടി ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി ഇരിക്കുക. അവസാനം എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഞങ്ങളിങ്ങനെ B2 2 മോഡ്യൂൾ പാസ്സായി, ഞങ്ങൾക്ക് നിങ്ങളുടെ ട്യൂട്ടറായിട്ട് ജോലി തരാമോന്ന്. കാരണം അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, ട്യൂട്ടറായിട്ട് ഇവിടെ തൽക്കാലം ജോലി ചെയ്യാനായിട്ട്. അല്ല, നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാല് ഇതിപ്പം പിള്ളേര് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യില്ലേ, പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് എഴുതിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എഴുതിയെടുത്തോട്ടെ. അല്ല എന്നുകൊണ്ട് അവിടെ ചെന്നിട്ട് എഴുതിയെടുക്കാലോ. അതറിയാം, അവിടെ ചെന്നിട്ട് എടുക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യും. അതിന് ഓപ്ഷൻ ഉണ്ട്, 100% ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഞങ്ങൾക്ക് റൈറ്റിംഗ് കിട്ടിയാൽ നന്നായിരുന്നു. കാരണം നാളെ ഞങ്ങൾക്ക് ഇതൊക്കെ ഫേസ് സേവിങ് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഗ്രീൻ വേൾഡിന് അയക്കുമ്പോൾ അതൊക്കെ ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ക്രിസ്റ്റൽ ക്ലിയർ ആകും. ഞാൻ പറയട്ടെ സാറേ, കോൺട്രാക്ട് തരുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഗ്രീൻ വേൾഡ് ഷെയർ ചെയ്ത് തരുന്നത് എങ്ങനെയാന്നുള്ളത്. അതാ പറയുന്നത്, ഗ്രീൻ വേൾഡ് വഴി ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു, നാളെ ഞങ്ങൾക്ക് അത് പറയാൻ പറ്റും. ഞങ്ങളുടെ കുഴപ്പമല്ല, എന്തെങ്കിലും ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഗ്രീൻ വേൾഡിൽ നിന്നുമാണ്. അപ്പൊ ഞങ്ങൾക്ക് അത് അഷ്വേർഡ് ആണല്ലോ. ഞാൻ ഇത്രയും പറയുന്നതിന് സ്ട്രെസ് ചെയ്യുന്നതിന് കാരണം ഞാൻ ഓടി പറഞ്ഞു. നമ്മളൊരു കാര്യം ചെയ്തോണ്ടിരിക്കും, നമ്മളൊരു സ്ഥാപനമായിട്ട് ഇരിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ എല്ലാവരും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ പരിചയത്തിലുള്ളവരെയാണ് നമ്മൾ ആദ്യമേ ക്യാൻവാസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ചങ്കിടിച്ച ചിലപ്പോഴൊക്കെ നമ്മൾ ഇവരോടൊക്കെ സംസാരിക്കുന്നത് നാളെ ഇത് മാറിപ്പോയാലോ എന്നുള്ള പ്രശ്നം അങ്ങനെ ഉണ്ടാക്കരുത്. അതുകൊണ്ടാ ഇല്ല, നമ്മള് സ്ട്രൈറ്റ് ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ എഗ്രിമെന്റ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് ഷെയർ ചെയ്ത് തരും എന്തൊക്കെയാണെന്നുള്ള ഡേറ്റ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, എന്തൊക്കെയാ ഡീറ്റെയിൽസ് എന്നുള്ളത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ സർവീസസ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതെല്ലാം ഓരോരുത്തരോട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. അത് നല്ല ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്നല്ലോ, സന്തോഷം. അല്ല, 100% നമ്മള് കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ഇന്റർവ്യൂല് ആപ്ലിക്കന്റ് നന്നായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ B1 B2 1 2 മോഡ്യൂൾ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല സത്യം പറഞ്ഞാല്. അതിനുള്ള മോക്ക് ഇന്റർവ്യൂയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് 12:30 നമ്മൾ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യും. ജോൺസാണ് വേറെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പം എന്തെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ വേണമെങ്കിൽ മാർക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഫസ്റ്റ് പാസ് ആവണം. സാർ ഒന്നുകൂടെ ചോദിക്കാവോ? ചോദിച്ചോളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്റർവ്യൂവിന് പാസ്സാകാതെ വരാറുണ്ടോ? നമ്മൾ B2 2 മോഡ്യൂളൊക്കെ എടുത്തതിന് ശേഷം അത് വെച്ചിട്ട് നമ്മൾ ഇതുവരെ ആരും അങ്ങനെ ഇതുവരെ പാസ്സാവാതെ വന്നിട്ടില്ല. നമ്മളിത് ഓൾറെഡി കാൻഡിഡേറ്റിനോട് ഇൻഫോം ചെയ്യുന്നുണ്ട്. നിങ്ങള് ഈ ലെവല് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ബീന്റെ ടൈം പീരീഡ് 6 to 1 year ആണ് ടൈം പീരീഡ് വരുന്നത്. ആ ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഡിസ്റ്റർബൻസ് വരുന്നുണ്ടേ, ആരും മ്യൂട്ട് ചെയ്യണേ. ഹലോ,
ഹൗസ് ബിൽഡിന് പോകാൻ പറ്റും. ചെയ്യാതെ ഹോസ്പിറ്റലിൽ പോകാം. ഹൗസ് ബിൽഡിന് പോവാം. ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ട് ഇരിക്കുന്നതാണോ? ഇതിന്റെ ഗ്രൂപ്പ് കേട്ടില്ല. ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് മതി. ഡീറ്റെയിൽസ് എല്ലാം എക്സ്പെൻസ് ഒന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈ ഗ്രൂപ്പിൽ തരാം. എക്സ്പെൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡെൽറ്റ അപ്ഡേറ്റ് ചെയ്യൂ കേട്ടോ. ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഓഡിയബിൾ അല്ല കേട്ടോ. സംസാരിക്കുന്ന ആളൊന്നും കറക്റ്റ് ആയിട്ട് കേൾക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കാവോ? ചോദിച്ചോളൂ. ഒരു എൻക്വയറി വന്നു. ഒരു കുട്ടിയുടെ ട്രാൻസ്ലേഷനും അറ്റസ്റ്റേഷനും എല്ലാം കഴിഞ്ഞ് ആ കുട്ടി അവിടെ ഒരു പർട്ടിക്കുലർ കോളേജിൽ അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുന്നു. അത് നമ്മളെ കൊണ്ടാ ചെയ്യാൻ പറ്റുമോ? ഇനി എന്റെ വന്ന് ചോദിച്ചു, നിങ്ങൾ സാറിന് ചെയ്യാവോന്ന് ചോദിച്ചു. ഈ കുട്ടി 3 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ രജിസ്ട്രേഷൻ എല്ലാം വരുന്നത് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിലാണ് വരുന്നത്. ഓക്കെ. നിങ്ങൾ പറഞ്ഞ ഈ കുട്ടി 3 സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഒരെണ്ണം അവര് റെഡ് ക്രോസിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം അവിടുത്തെ ഒരു ലോക്കൽ ഒരു ഇതിലാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത് അവർ ഏതോ ഫ്രണ്ടിന്റെ അടുത്താണ് ഈ കൊടുത്തിട്ടുള്ളത്. അത് ഏത് കുട്ടിയാ? ഞാൻ ഒരു കുട്ടി ആ കുട്ടിയാണോ? അറിയാവോ? ഈ കുട്ടി ആ കുട്ടി ആയിരിക്കും. കാരണം ഒരാൾ രജിസ്റ്റർ ചെയ്ത സൈറ്റ് ആണ് വരുന്നത്. ഇവര് നമ്മളുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കഴിഞ്ഞാല് നിങ്ങൾ അവരെവിടെ ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും. ഏതൊരു കോളേജിന്റെ പേരാ അവര് പറഞ്ഞു. ആ കോളേജിൽ അവർ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തു. ഇനി എന്തോ സാങ്കേതികമായ തടസ്സം വന്നു. എന്നെ കൊണ്ട് ചെയ്യാമെന്ന് ചോദിച്ചു. നമ്മളല്ല ഇതിന്റെ വർക്ക് കോൺട്രാക്ട് എടുത്തു കൊടുത്തേക്കുന്നത്. നമ്മളല്ല ഇതിന്റെ ഒന്നും ചെയ്തേക്കുന്നത്. നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കും ഇതുപോലെ ഒരു കോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആളുടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താന്നുള്ളത്. മനസ്സിലായി. ഇപ്പൊ ഓൾറെഡി ഗ്രീൻ വേൾഡ് രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നാളെ വന്നിട്ട് ഇപ്പൊ സാറിന്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് പറയും എനിക്ക് ജർമ്മനിക്ക് പോകാനാണ് എന്ന് പറഞ്ഞ് ഫയൽ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് ആയിട്ട്. ഇപ്പൊ നിങ്ങൾ ആര് ചെയ്താലും ഗ്രീൻ വേൾഡിന്റെ പേരിലാണ് നമ്മളുടെ അടുത്ത് രജിസ്ട്രേഷൻ വരുള്ളൂ. ആക്ച്വലി അത് അല്ല, ഇത് ജർമ്മനി ഇത് ആരോ ത്രൂ ജർമ്മനി ചെയ്തെന്നാ പറഞ്ഞു. ജർമ്മനി കോളേജില് ഏതൊരു സ്ഥലവും കോളേജിന്റെ പേര് ജർമ്മനി ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം റെഡ് ക്രോസ് ആണ്. ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. സാറേ ഇത് നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആളുകളായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പൊ എവിടെ നിന്ന് വന്നാലും കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടാ വരുന്നത്. ഫൈനലി ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് കേരളത്തിൽ വേറെ ആരും ചെയ്യുന്നില്ല. നല്ല കാര്യം. അപ്പൊ ഞങ്ങൾ ഒരു സോളിഡ് ആളിനെ കണ്ടുപിടിച്ചിരിക്കുന്നേ. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഇനി വേണ്ടിയത് ഗ്രീൻ വേൾഡിന് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടി. ഗ്രീൻ വേൾഡ് ഞങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്താൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായിട്ട് പോകും. മുന്നോട്ട് പ്രോഗ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ ഞാൻ എന്താണേലും എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ മെസ്സേജ് കണ്ട് റിപ്ലൈ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുള്ളൂ. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലെ മെസ്സേജ് കാണാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല സാറിനെ കോൺടാക്ട് ചെയ്യാൻ. അത് ഗ്രീൻ വേൾഡ് ചെയ്തോളൂല്ലോ. അവര് രാത്രി ഉറങ്ങിരിക്കുകയല്ലോ. സാർ ഉണർന്നിരുന്നാലും നമ്മള് ഇപ്പൊ നിങ്ങളുടെ നാട്ടില് 1 മണി കുഞ്ഞുമായിരിക്കും നമ്മൾ കിടന്ന് ഉറങ്ങും. 1 മണി 2 മണിക്ക് അതല്ലേ അവരിവിടെ കിടന്ന് ഉറങ്ങുമല്ലേ ഞങ്ങളെ പോലെ. ഒരുപാട് പേര് വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു 10 പേര് കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല. ആ ഒരു ടൈമിൽ മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൂ. കുറച്ച് പേര് നമ്മുടെ കുറച്ച് കാൻഡിഡേറ്റ്സ് കയറി പോകുന്നതോടെ വരെയുള്ള പ്രശ്നമുള്ളൂ. ഓക്കെ സർ. ഏകദേശം നമ്മുടെ ടൈം ആയി. നമുക്ക് ജസ്റ്റ് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രാഞ്ചൈസി എന്തോ പറഞ്ഞോ.
കഴിഞ്ഞില്ലേ ഡെൽറ്റ? ഡെൽറ്റ മാഡം ഒരു റിക്വസ്റ്റ്, ഡെൽറ്റ മാഡം റിക്വസ്റ്റ്, ഇപ്പം പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ മുഴുവൻ ഞങ്ങൾക്ക് പാസ് ഓൺ ചെയ്യുവോ? ഓക്കെ ഓക്കെ സാർ, ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തൊക്കെയാണ് സാറിന് ഡീറ്റെയിൽ വേണമെന്ന് അപ്ഡേറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ ഇപ്പൊ കിട്ടിയ ക്ലാസിന്റെ ഒരു അപ്ഡേറ്റ് മുഴുവനും അതിന്റെ ഇപ്പൊ പറഞ്ഞല്ലോ, ജോൺ സാർ പറഞ്ഞല്ലോ തന്നിട്ടുണ്ടെന്ന്. എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടിട്ട് എന്നെ ഒന്ന് ടാഗ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. താങ്ക് യു മാഡം, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. Thank you very much. So thank you, John sir, and all other Franjisi partners. So we can wind up the meeting. Thank you.